ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി? എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി? ആ പേര് തന്നെ ഉണ്ട്, വിവര സാങ്കേതിക വിദ്യ അല്ലേ. ഒരുപാട് സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ ഉണ്ടായത് മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒത്തിരി സാങ്കേതിക വിദ്യകൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യത്യാസം മാനവരാശിയിൽ ഉണ്ടാക്കിയ ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത്? ഇൻഫർമേഷൻ ടെക്നോളജി. വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യാനും പുതിയ വിവരങ്ങളെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ പ്രോസസ്സ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടെക്നോളജി. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി? അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കേരള PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. കാരണം ഈ ഒരു മേഖലയിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ആയിട്ട് പല പരീക്ഷകളിൽ, പ്രത്യേകിച്ച് IT ആൻഡ് സൈബർ ലോ വരുന്ന പരീക്ഷകളും അതുപോലെ IT പ്രത്യേകം വിഷയമായിട്ട് വരുന്ന പരീക്ഷകളിലൊക്കെ സ്ഥിരം നിരന്തരം ചോദിക്കാറുള്ളൊരു മേഖലയാണ്. പ്രധാനമായിട്ടും നമ്മുടെ അടിസ്ഥാനമാക്കേണ്ടത് നമ്മുടെ NCERT SCERT പുസ്തകങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം നമ്മുടെ കേരള PSC നാളിതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പഠനം. അപ്പോൾ ഇതുവരെ എന്ത് ചോദിച്ചെന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇനി എന്ത് ചോദിക്കാം എന്നും കൂടെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് സാധാരണ ഉള്ള പരീക്ഷകളിൽ, വലിയ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ നമുക്ക് ഏകദേശം 10 മാർക്കിനാണ്. 10 മാർക്ക് പലപ്പോഴും നിർണായകമായി മാറാറുണ്ട് അല്ലേ. നിർണായകമായി മാറും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതൊരു കുറച്ച് വൈഡായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ എന്ത് പഠിക്കണമെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ട് പോയാൽ എല്ലാം കിട്ടണമെന്നില്ല. ചില പരീക്ഷകളിൽ എല്ലാം കിട്ടും, എല്ലാം കിട്ടുന്ന സിമ്പിളായ പരീക്ഷകളുണ്ട്. ചില പരീക്ഷകളിൽ കുറച്ചും കൂടി വിശാലമായ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ സമഗ്രമായ പഠനമാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങളത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ തോന്നാം, പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രം ചെയ്താൽ മതി. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ചില കൊച്ചു ട്രിക്കിലൂടെയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ നിങ്ങളുടെ എഫേർട്ട് എപ്പോൾ ക്ലാസ് കാണുന്ന സമയത്ത് കൃത്യമായ എഫേർട്ട് നിങ്ങൾ ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മുടെ മനസ്സിലേക്ക് ഈ സംഗതി ഇങ്ങനെ തുളുമ്പി വരുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെ? ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് ഇത് പഠിക്കാനൊന്നുമില്ല, എന്നാലും കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്ക് നോക്കി പോകാം. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ ഇന്ന് നിലവിൽ കാണുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലേ. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ്. നമ്മുടെ റേഡിയോ പോലെ, TV പോലെ അല്ലേ, അങ്ങനെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് data into informations according to specific instructions. ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നമുക്കറിയാം. ഇതെന്താണ്? ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ്. എന്താ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ? എൻ്റെ ശരീരം ഹാർഡ്വെയർ ആണ് അല്ലേ. എനിക്ക് തൊട്ട് നോക്കാൻ പറ്റും, തൊടാൻ പറ്റും, ഇടിക്കാൻ പറ്റും, തല്ലാൻ പറ്റും. അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ്? മോണിറ്റർ ഒരു ഹാർഡ്വെയർ ആണ്, CPU ഒരു ഹാർഡ്വെയർ ആണ് അല്ലേ. ആ ഹാർഡ്വെയറിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതായത് നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലൊക്കെയുള്ള എല്ലാ ഡിവൈസുകളും എന്താണ്? ഹാർഡ്വെയർ ആണ്. അപ്പോൾ എന്താ സോഫ്റ്റ്വെയർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കാം. എന്താണ്? നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഹാർഡ്വെയർ തറയിൽ ഇങ്ങനെ ശ്വാസം മറ്റ് കിടന്നാലും ഹാർഡ്വെയറാ. അതിനകത്ത് സോഫ്റ്റ്വെയർ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജീവൻ എന്ന് പറയുന്നൊരു ശ്വാസം വേണം അല്ലേ. ഇല്ലേടാ, ജീവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് സോഫ്റ്റ്വെയർ ഉള്ളൂ, അത് പ്രവർത്തിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അല്ലേ? കമ്പ്യൂട്ടർ വെറുതെ ഒരാൾ നിർമ്മിച്ചു വെച്ചാൽ അത് പ്രവർത്തിക്കത്തില്ല. അതിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സോഫ്റ്റ്വെയർ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും മനസ്സ് തലച്ചോറല്ല. തലച്ചോറുണ്ടായ പോരാ, തലച്ചോറിൽ ചിന്തകളും ജീവനും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ 4-3 എത്രയിടാന്ന് ചത്ത് കിടക്കുന്ന ഒരാൾ ചോദിച്ചാൽ ഉത്തരം പറയോ? ഇല്ല. പക്ഷെ അവന് ജീവനുണ്ട്, അവൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അവന് ഉത്തരം പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കാം. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷൻ ആണ്. അങ്ങനെ കോമ്പിനേഷൻ ആയാൽ മാത്രം മതിയോ? അതെന്ത് ചെയ്യണം? അത് കൺവേർട്ട് ചെയ്യണം. എന്തിനെ? ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എന്താണ്? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ A എന്ന് പറയുന്ന ലെറ്റർ നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററിൽ A ആയിട്ട് തെളിയണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അതുപോലെ ആ A എന്ന് പറയുന്ന ലെറ്റർ നമ്മുടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോണിറ്ററിൽ വേർഡ് തന്നെ തെളിയണം. നമ്മൾ പ്രിന്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് A ആയിട്ട് തന്നെ പ്രിന്റ് ഔട്ട് ആയിട്ട് പുറത്തു വരണം. കണ്ടോ? മനസ്സിലായി പറഞ്ഞത് എന്താണെന്നുള്ളത്? കൺവേർട്സ് ഡാറ്റ. നമ്മൾ കൊടുത്ത ഇൻപുട്ടാണെന്ത്? A എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ട് അല്ലേ. ആ ഇൻപുട്ട് അതിനെ എന്ത് ഇൻഫർമേഷൻ ആയിട്ട്, അതിന് ഔട്ട്പുട്ടായിട്ട് ശരിക്കും നമ്മൾ Aയിൽ പ്രസ് ചെയ്യുമ്പോൾ A നേരെ പോയി അവിടെ പതിയുകയല്ല. ശ്രദ്ധിക്കുക.
അതായത് നമ്മൾ ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ചുമ്മാ എ അടിച്ചാൽ എ അവിടെ പോയി പതിയും. അങ്ങനെയല്ല, ഒരിക്കലും എ എന്ന് പറയുന്ന അക്ഷരം കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജിന് റീഡ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ബൈനറി ലാംഗ്വേജ് വഴിയാണ് സാധാരണ നമ്മുടെ മെഷീൻ റീഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്ക് സമാനമായിട്ടുള്ളൊരു കോഡ് ജനറേറ്റ് ചെയ്യും നമ്മുടെ ഇൻപുട്ട്. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാറ്റയെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഔട്ട്പുട്ട്. അതിനെയാണ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ടായിട്ട് എ എന്ന് പറയുന്ന ഒരു അക്ഷരം നമ്മുടെ സ്ക്രീനിൽ തെളിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് ഒരു ഇൻപുട്ടാണ്. അതായത് ഞാൻ കൊടുക്കുന്നത് ടച്ചാണ്. ടച്ച് ഈസ് ആൻ ഇൻപുട്ട് അല്ലേ. ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഇത് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്വഭാവമുള്ള സാധനമാണ് ഈ സ്ക്രീൻ. അപ്പോൾ ഞാനൊരു വര വരച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞയിലാകണം എന്ന ഇൻസ്ട്രക്ഷൻ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവിടെ വരേണ്ട, ഞാൻ ഇട്ടൊരു വര ഇല്ലേ, അതൊരു വരയായിട്ട് തന്നെ വരണം എന്നൊരു ഇൻസ്ട്രക്ഷൻ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഹൈലൈറ്റർ എന്ന ഓപ്ഷൻ അകത്തുണ്ട്. ഹൈലൈറ്റർ ആകരുത് എന്നൊരു അത് വര നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പെൻ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കണ്ട മഞ്ഞ വര. മനസ്സിലായോ? അപ്പൊ ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ എന്ത്, ഇങ്ങനെ ഒരു പോറൽ മാത്രമാണ് കൊടുത്തത്. അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ആ മഞ്ഞ നിറത്തിലുള്ള വരയായിട്ട് ഔട്ട്പുട്ട് വന്നു. അങ്ങനെ തരുന്നതായിരിക്കണം കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊരു ഹാർഡ്വെയർ ആണല്ലേ, ഈ ടച്ച് സ്ക്രീൻ ഹാർഡ്വെയർ ആണ്. അതിൻ്റെ ഉള്ളിൽ അത് പ്രോസസ്സ് ചെയ്യാനൊരു സോഫ്റ്റ്വെയറും വേണം. ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അല്ലേ. ദ വേർഡ് കമ്പ്യൂട്ടർ ഇസ് ഡിറൈവ്ഡ് ഫ്രം, ശ്രദ്ധിക്കുക, പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ കേട്ടോ. എന്താണ് വേർഡ് കമ്പ്യൂട്ടർ വന്നിരിക്കുന്നത്? ലാറ്റിൻ വേർഡാണ്. അത് ഇങ്ങനെ കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വേർഡ് കമ്പ്യൂട്ടർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ചോദിക്കൊന്നുമില്ല, കാരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. കേരള PSCയിൽ IT പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇല്ലേടാ? അറിയാലോ അല്ലേ? ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് നമുക്കത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ്? ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷനാണ് അല്ലേ. അതെന്ത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി നമുക്ക് തരും. എങ്ങനെ? നമ്മൾ നേരത്തെ കൊടുത്ത സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ ഡാറ്റ എന്ന് പറയുന്നൊരു പദം ഉപയോഗിച്ചു. ഡാറ്റ എന്താ? ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. നേരത്തെ ചോദിച്ചിട്ടുണ്ട്, മെറ്റാ ഡാറ്റയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാറ്റ എബൌട്ട് ഡാറ്റ, മെറ്റാ ഡാറ്റ. ഇനി വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ചോദിക്കാം. നോക്കാം. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, അമൗണ്ട്സ്, ക്വാണ്ടിറ്റി എക്സെട്ര ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ഇൻടു ഇൻഫോർമേഷൻ. ഓക്കെ. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിട്ടുള്ള സാധനങ്ങൾ എന്തും അതാണ് ഡാറ്റ. അപ്പോൾ അതെല്ലാം ഡാറ്റയാണ്. അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. ആർക്ക്? കമ്പ്യൂട്ടറിൻ്റെ കോറിന് അല്ലേ. കമ്പ്യൂട്ടറിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഇൻപുട്ടിനെയും നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. ശ്രദ്ധിക്കുക, ഡാറ്റ എന്താണ്? റോ ഫാക്ട്സ് ആണ്. ബാക്കി എല്ലാം നിങ്ങൾ പറയാം, റോ ആയിട്ടുള്ള ഫാക്റ്റുകളാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് ഡാറ്റകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയണം. അതിനെയാണ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. നോക്കാം. ഓൾ മോഡേൺ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ്സ് ഓൺ ഡാറ്റ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോഡേൺ കമ്പ്യൂട്ടറെല്ലാം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അല്ലേ. ഡാറ്റ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ മേഖലകളാണ് ഇപ്പോൾ. ഓക്കെ, അതുപോലെ ദ ടേം ഡാറ്റ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ വേർഡ് ഡാറ്റം. ലാറ്റിൻ വേർഡായിട്ടുള്ള ഡാറ്റം എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് ഡാറ്റ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഡാറ്റ എബൌട്ട് ഡാറ്റ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാറ്റ എബൌട്ട് ഡാറ്റ, ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. മെറ്റാ ഡാറ്റ, ജിഗാ ഡാറ്റ, അങ്ങനെ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെറ്റാ ഡാറ്റ എന്നാണ് ഉത്തരം കേട്ടോ. അതായത് ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് കൊടുത്തെന്ന് വെച്ചോളൂ. ഈ ഇൻപുട്ട് കൊടുത്ത് നമ്മളൊരു വേർഡ് ഫയൽ സേവ് ചെയ്തു. അതിനകത്തുള്ള ഡാറ്റയാണ്. മനസ്സിലായോ? അതിനകത്ത് ഉള്ളത് ഡാറ്റയാണ്. ഒരു വേർഡ് ഫയൽ നമ്മൾ അതിനകത്ത് മൈ നെയിം ഈസ് ശ്യാം എന്ന് എഴുതി നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. വേർഡ് ഫയൽ എന്താണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് അല്ലേ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ ഒരു എഴുത്ത് വർക്കിനെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ്. അതിനകത്ത് നമുക്ക് എന്താണ്? ലെറ്ററുകൾ എഴുതാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം, നോട്ട് എഴുതി വയ്ക്കാം. അതിനൊക്കെ വേണ്ടിയുള്ള സാധനമാണ് വിൻഡോസ് വേർഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മൈ നെയിം ഈസ് ശ്യാം എന്ന് എഴുതിയിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയായിരിക്കും? കമ്പ്യൂട്ടറിലായിരിക്കും സേവ് ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെ മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ സാധനം
ഈ പറഞ്ഞ സാധനത്തിനെ കുറിച്ച് കുറച്ച് ഡാറ്റ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും ഡാറ്റ? ഉദാഹരണത്തിന് ഇത് എന്നുണ്ടാക്കി ഈ ഫയല്, എന്ന് സേവ് ചെയ്തു, ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഫയലിൽ മൈ നെയിം ഇസ് ശ്യാമെന്ന് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് SH വെട്ടിയിട്ട് SY ആക്കി എഡിറ്റ് ചെയ്തു, എന്ന് ഞാൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ അതെന്താണ്? ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണ് അല്ലേ? അതിനെയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. എന്താണ് മെറ്റാ ഡാറ്റ? ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെറ്റാ ഡാറ്റ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കി പോടാ. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ട. റോ ഫാക്ട് എങ്ങനെയുള്ളത്? ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഓർ പ്രോസസ്ഡ് ഇൻ ടു ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഇൻപുട്ടുകളെ, റോ ഫാക്റ്റുകളെയാണ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഡാറ്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വാക്കിന്റെ ഒറിജിൻ, മറന്നു പോകണ്ട. അതുപോലെ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ബെറ്റാ ഡാറ്റ. ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു. ഇനി നോക്കാം, കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഫയൽസ് അല്ലേ? ഫയലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റയുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഫയൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഫയൽസ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫോൾഡറുകളിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു അലമാര തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു 10 സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് 10 ഉണ്ട്, ആർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് 5 ഉണ്ട്, നമ്മുടെ പഠിക്കാൻ ഇനി ഉപരിപഠനത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് 24 ഉണ്ടെന്ന് വെച്ചോളൂ. അത്രയൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, 3 ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ഫോൾഡറിൽ അടുക്കി വയ്ക്കും. കാര്യം എന്താ? അത് എടുക്കുക എളുപ്പത്തിന് അല്ലേ? അപ്പോൾ എന്താണ്? ഫയൽസ് ഓർഗനൈസ് ചെയ്യുന്ന സാധനമാണ് ഇവിടെയും ഫോൾഡർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഫോൾഡർ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ കാണിച്ചു പഠിപ്പിച്ചു തരും കേട്ടോ. ആ ഒരു മേഖലയിട്ട് എത്തുമ്പോഴത്തേക്കും, ആവശ്യം വരുമ്പോഴത്തേക്കും അതെല്ലാം കാണിച്ചു പഠിപ്പിച്ചു തരും. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ മെറ്റാ ഡാറ്റയാണ്. ഓക്കെ, അതുപോലെ ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ഇൻടു ഇൻഫോർമേഷൻസ്. ഇനി നമുക്ക് ഇൻഫർമേഷൻ നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഡാറ്റ ഈസ് കാൾഡ് ഇൻഫർമേഷൻ അല്ലേ? എന്താണ്? പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡാറ്റയാണ് നമ്മളെന്ന് വിളിക്കുക ഇൻഫർമേഷൻ എന്ന് വിളിക്കുക, വിവരങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ അല്ലേ? നോക്കാം, ഇൻഫർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, മൈ നെയിം ഈസ് ശ്യാം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്ത ഒരു ഡാറ്റയാണ്. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സെന്റൻസ്, റൈറ്റ് അല്ലേ? അപ്പൊ നോക്ക്, ആ ഒരു ഇൻഫർമേഷന് എനിക്കൊരു മീനിങ് ഫുൾ മെസ്സേജ് തരാൻ കഴിയും അല്ലേ? അതായത് മൈ നെയിം ഈസ് ശ്യാം എന്ന് ആ ഒരു വേർഡ് ഫയലിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ഇൻപുട്ടായിട്ടുള്ള ഡാറ്റ മറ്റൊരാൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണമെന്ന് നിർബന്ധമില്ല അല്ലേ? അത് മറ്റൊരാൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പാകത്തിനുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. അതാണ് മൈ നെയിം ഈസ് ശ്യാം എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കാണുന്നത്, വിഷ്വൽ ചെയ്യുന്നത്, നമ്മൾ കാണുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നോക്കാം, ഇൻഫർമേഷൻ, അതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കൺവേസ് എ മീനിങ് ഫുൾ മെസ്സേജ്. അർത്ഥപൂർണമായിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നു ഇൻഫർമേഷൻ. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ പ്രത്യേകത. ഡാഷ് കൺവേസ് എ മീനിങ് ഫുൾ ഇൻഫർമേഷൻ അല്ലേ? അതാണ് ഒരു മീനിങ് ഫുൾ മെസ്സേജ് നമുക്ക് തരുന്ന സാധനത്തെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നു. അതുപോലെ എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് കൺവേർട്ട് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ ഈസ് കാൾഡ് ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് കൺവേർട്ട് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ ഈസ് കാൾഡ് എന്നിട്ട് താഴെ വരെ ഇടാം. എന്താ എൻ്റെ പേര്? ഡാറ്റ പ്രോസസ്സിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ. ആ ഡാറ്റ ഉറപ്പായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അല്ലേ? അങ്ങനെയുള്ള സാധനമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ, മീനിങ് ഫുൾ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്ന സാധനത്തെ നമ്മൾ എന്താ പറയുക? ഇൻഫർമേഷൻ എന്ന് പറയാം. അത്തരത്തിൽ കൺവേ ചെയ്യുന്നതിന് എന്താ പറയുക? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. ഇനി നോക്കാം, ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് മറന്നുപോലെ മക്കളെ, ഹെർമൻ ഹോളറിത്ത് ആണ് കേട്ടോ. ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ഒന്ന് ഉറച്ചു പറഞ്ഞേ, ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ഒന്ന് ഉറച്ചു പറഞ്ഞേടാ, ഒന്ന് ഉറച്ചു പറഞ്ഞേ പ്ലീസ്, ഒന്ന് ഉറച്ചു പറഞ്ഞേ, വേഗാവട്ടെ. ആരാണ് ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്? ഹെർമൻ ഹോളറിത്ത്. ഹോളറിത്തിന്റെ മെഷീനെ കുറിച്ച് പറഞ്ഞുതരാം, അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞുതരാം കേട്ടോ. ഇനി ആരാ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ചാൾസ് ബാബേജ് ആണല്ലേ. അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും കണ്ടുപിടിച്ചുകൊണ്ട് വളരെ വലിയ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആളാണ് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്? കമ്പ്യൂട്ടർ സയൻസിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇവിടെ എന്താണ്? ഹെർമൻ ഹോളറിത്താണ് ഡാറ്റ പ്രോസസ്സിംഗിന്റെ പിതാവ്. ആരാ മക്കളെ? ആരാ? ഹെർമൻ ഹോളറിത്ത്. ഒന്ന് ഉറച്ചു പറഞ്ഞേടാ, ഒന്ന് ഉറച്ചു പറഞ്ഞേ, കമോൺ. ഹെർമൻ ഹോളറിത്താണ് ഡാറ്റ പ്രോസസ്സിംഗിന്റെ പിതാവ്. ഹെർമൻ ഹോളറിത്ത്, ഹെർമൻ ഹോളറിത്ത്, ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ ആണ്? ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഗിഗോ എന്ന് പറയുന്ന ഒരു ടേം കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. കാര്യം ഇതിനെക്കുറിച്ച് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ, ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
ദ ടേം ഗിഗോ, GIGO എന്താ അതിൻ്റെ അർത്ഥം? ഗിഗോ മീൻസ് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതും വേസ്റ്റ് ആണെങ്കിൽ പുറത്തേട്ട് കിട്ടുന്നതും വേസ്റ്റ് ആയിരിക്കും. നമ്മളെ കൊച്ചുങ്ങളടുത്ത് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർ നല്ലത് ചെയ്യുമെന്ന് പറയുന്നത് പോലെ ആണ് കമ്പ്യൂട്ടറും. അല്ലാതെ കമ്പ്യൂട്ടർ തരുന്ന മോശം റിസൾട്ടിന് കമ്പ്യൂട്ടറിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഗീഗോ. അപ്പൊ കമ്പ്യൂട്ടർ പോലുള്ള കുട്ടികളാണെങ്കിൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? നീ അവനെ പോയി തല്ലടാന്ന് പറഞ്ഞാൽ അവൻ തല്ലുകാരനായി മാറാൻ സാധ്യതയുണ്ട് അല്ലേ? നീ ആൾക്കാരെ തല്ലി ഒതുക്കുന്നതാണ് നല്ല ശീലം എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പക്ഷെ അവൻ അങ്ങനെ ആയി മാറാൻ സാധ്യതയുണ്ട് അല്ലേ? അതുപോലെയാണോ ഇവിടെ? എന്താണ്? ഗാർബേജ് കൊടുത്താൽ ഗാർബേജ് തിരിച്ചു കിട്ടും. ഇതാണ് ഗിഗോ. ഇത് പഠിച്ചു വയ്ക്കുക. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഈ ഒരു പടം നിങ്ങൾ കണ്ടുവച്ചാൽ മതി. ഇൻപുട്ടായിട്ട് നമ്മൾ ഗാർബേജ് കയറ്റി വിട്ടാൽ പുറത്തേട്ട് വരുന്നത് വേസ്റ്റ് ആയിട്ടുള്ള ഗാർബേജ് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് വി ഗിവ് റോങ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ വിൽ ഗിവ് റോങ് ഔട്ട്പുട്ട് ആൻഡ് വൈസ് വെർസ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം അല്ലേ? അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എക്സൽ ഷീറ്റ് എടുത്തു. എക്സൽ ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക്. അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സ്യൂട്ടിനകത്തുള്ള മറ്റൊരു സാധനമാണ് എക്സൽ ഷീറ്റ്. ഈ എക്സൽ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോളങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കണക്ക് കൂട്ടാനും അതുപോലെ ഡാറ്റ നമുക്ക് അടുക്കാനും ABCD എന്നുള്ള രീതി അടുക്കാനും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു 100 കുട്ടികളുടെ, നമ്മുടെ ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. ആ 100 കുട്ടികളുടെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 100 കുട്ടികളെ അവരുടെ മാർക്ക് നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം ഒന്ന് ഡാറ്റ നമ്മളൊന്ന് സോർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ പറ്റും. അതിന് മാത്രം കോളങ്ങളൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? എക്സൽ ഷീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ കണക്കുകൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ എന്താണ്, ഏതെങ്കിലും 2 വാല്യൂ എടുത്തതിൻ്റെ മീൻ എടുക്കണം. അപ്പോൾ X എന്ന് പറഞ്ഞ വാല്യൂ Y എന്ന് പറഞ്ഞ വാല്യൂം കൊടുത്തിട്ട് അതിൻ്റെ മീൻ കിട്ടണം. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഫോർമുല അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫോർമുല ഒരു സെല്ലിൽ നമുക്കത് എക്സലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ പഠിക്കാനില്ല, അവിടെ പറയാത്തത് കാണിച്ചു തരാത്തത്. ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ കൊടുക്കും, എന്നിട്ട് 2 സെല്ല് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊടുക്കുന്ന കാൽക്കുലേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻറ്റു കറക്റ്റ് ആയില്ല, നമ്മൾ കൊടുത്തത് എന്താ? ഗാർബേജാ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടൂല. അപ്പോൾ തിരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടും ഉദ്ദേശിക്കുന്ന സാധനമാക്കില്ല. അതിൻ്റെ അർത്ഥം അതിന് കമ്പ്യൂട്ടറിനല്ല തെറ്റ്, അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്ത നിൻ്റെ കയ്യിലാണാ തെറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ പറഞ്ഞത്? അതാണ് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കി, ഇൻഫോർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഗിഗോ എന്ന് പറയുന്ന ടേം മനസ്സിലാക്കി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മുടെ NCERT ബുക്കിലും SCERT ബുക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പല ഭാഗങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. മാത്രമല്ല ഇതൊന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള PSC താഴെ തന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമൊന്ന് കേൾക്കുമ്പോൾ തോന്നും, പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആക്യുറസി. കമ്പ്യൂട്ടർ ആക്യുറേറ്റ് ആണ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ്? ആക്യുറേറ്റ് ആണ്. ആക്യുറേറ്റ് ആണോടാ കമ്പ്യൂട്ടർ? ആക്യുറേറ്റ് ആണോ? അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ 4 കൂട്ടാനുള്ള ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു എന്ന് വെച്ചോളൂ. 4 കൂട്ടാനുള്ള സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചു. അതേ സമയത്ത് കൂട്ടാനുള്ള കാര്യമാണ് ആ സോഫ്റ്റ്വെയർ നമ്മൾ പഠിപ്പിച്ചത്. 1,36,438 486 കൊണ്ട് നമ്മൾ കൂട്ടാൻ പറഞ്ഞാലും സെയിം ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും. സോ കമ്പ്യൂട്ടർ വിൽ ബി ആക്യുറേറ്റ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ കാര്യം എടുത്താൽ ഒരു പക്ഷേ ആ കണക്ക് വരുമ്പോൾ അവൻ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് തെറ്റില്ല. സോ കമ്പ്യൂട്ടർ വിൽ ബി ആൾവേസ് ആക്യുറേറ്റ്. അവിടെ അമ്പെയ്ത് കൊള്ളിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ അവിടെ അമ്പെയ്ത് കൊള്ളിക്കും കമ്പ്യൂട്ടർ. അതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, അതുപോലെ വെസറ്റൈൽ എന്ന് പറഞ്ഞതാണ്. ഞാൻ വളരെ വെസറ്റൈലാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ എനിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ഒരേ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെസറ്റൈലുള്ള ആൾക്കാരെന്ന് പറയും. ഉദാഹരണത്തിന് ഒരു കൈ കൊണ്ട് എഴുതാനും ഒരു കൈ കൊണ്ട് പടം വരയ്ക്കാനും പറ്റുന്ന ആൾക്കാരുണ്ട്. വെസറ്റൈലാണ് അവർ. അല്ലെങ്കിൽ 2 കൈ കൊണ്ട് 2 നോട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ ഞാൻ സിനിമയിൽ നമ്മൾ 3D സിനിമയെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരേ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ വൈറസിൻ്റെ അടുത്തൊരു പ്രിൻസിപ്പൽ അല്ലേ ഇങ്ങനെ നോട്ട് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വെസറ്റൈലാണ്. നമ്മളാണോ? നമുക്ക് പാട്ട് പാടുന്നതിൻ്റെ കൂടെ കഥ പറയാൻ പറ്റും. കഥ പറയാൻ പാട്ട് പാടുന്ന ചിത്രം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? കമ്പ്യൂട്ടർ വെസറ്റൈലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് അറ്റ് ദ സെയിം ടൈം അല്ലേ? നമ്മൾ ഒരേ സമയത്ത് കമ്പ്യൂട്ടറിൽ യൂട്യൂബിൽ പാട്ടും കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു വേർഡ് ഫയൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ വർക്ക് ചെയ്യാം അല്ലേ?
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരേ സമയം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിനെ റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ്. റെൻഡർ ചെയ്യുമ്പോഴത്തേക്കും അത് സോഫ്റ്റ്വെയർ മാത്രം ചെയ്യുന്ന വർക്കാണ്, നമുക്കവിടെ ഒന്നും ചെയ്യില്ല. ഏകദേശം അരമണിക്കൂറൊക്കെ എടുക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ പല വർക്കും ചെയ്യാം. സോ കമ്പ്യൂട്ടർ ഈസ് ആൾവേസ് എന്ത് വെർസറ്റൈൽ, വെർസാറ്റിലിറ്റി ഉണ്ട്, അതുപോലെ റിലയബിലിറ്റി ഉണ്ട്. റിലയബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ആക്യുറസി, ഓക്കെ, ആക്യുറസി റിലയബിലിറ്റി മാറിപ്പോരുതേ. ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റ് ആണ്, എത്ര വലിയ ഡാറ്റയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ എന്താണ് റിലയബിലിറ്റി? എന്താണ് വിശ്വാസ്യത. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തെറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഒരിക്കലും വേരി ചെയ്യില്ല. ഈ ഒരു കാര്യമാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വിശ്വാസ്യത. അവനെ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നതാ? നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ആ പണി കൃത്യമായിട്ട് ചെയ്തോളും, അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ തെറ്റായിരുന്നാൽ മതി. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട, ഇതെന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഓപ്ഷൻ വന്നത് എന്താണ്? താഴെ തന്നിരിക്കുക അല്ലാത്തത് ഇന്റലിജൻസ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത്. ഇന്റലിജൻസ് കമ്പ്യൂട്ടറിനില്ല. പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, നമുക്ക് അതിലേക്ക് വരാം. അതൊക്കെ പഠിക്കാനുണ്ട് 5th ജനറേഷൻ കമ്പ്യൂട്ടറിൽ. പക്ഷെ അതും പക്ക ഇന്റലിജൻസ് അല്ല കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ്? ആക്യുറസി, വെർസാറ്റിലിറ്റി, അതുപോലെ റിലയബിലിറ്റി. ഇനി നമുക്ക് നോക്കാം സ്പീഡ്, വേഗത, അല്ലേ? വേഗത എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? 1ഉം 5ഉം തമ്മിൽ കൂട്ടി 6 എന്ന് എഴുതുന്ന സമയം മതി ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള സംഖ്യകൾ കൂട്ടി അതിൻ്റെ ആൻസർ എഴുതാൻ. നമ്മൾ മനുഷ്യരാകുമ്പോഴത്തേക്ക് 1ഉം 5ഉം കൂട്ടി 6 ഞാൻ എന്ന് പറയും. കേട്ടോ, ഈ പറഞ്ഞ വലിയ സംഖ്യ കൂട്ടാൻ പറഞ്ഞാൽ ഞാൻ ഒന്ന് ചിലപ്പോൾ വിയർക്കും, അല്ലെങ്കിൽ ഗുണിക്കാൻ പറഞ്ഞാൽ ഒത്തിരി എടുക്കും. മനസ്സിലേ? ഇതെല്ലാത്തിനും ഒരേ സ്പീഡ് വരും കമ്പ്യൂട്ടറിന്. അപ്പോൾ എന്താണ്? വേഗത. കമ്പ്യൂട്ടർ വർക്ക്സ് മോർ ഫാസ്റ്റ് ദാൻ എ ഹ്യൂമൻ, അല്ലേ? പവറാണ്. അതുപോലെ ഡിലിജൻസ്. എന്താ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഭയങ്കര ഡിലിജൻ്റ് ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ ശേഷം രാവിലെ ചിലപ്പോൾ 6 മണിക്ക് തുടങ്ങുന്ന വർക്ക് രാത്രി 12 വരെയൊക്കെ ചിലപ്പം പോകാറുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഓഫ് എടുക്കും, ബ്രേക്ക് എടുക്കാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കമ്പ്യൂട്ടർ അതൊന്നും വേണ്ട. കമ്പ്യൂട്ടർ ഇസ് എ ഡിലിജന്റ് മെഷീൻ. അതിന് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകണ്ട, അല്ലേ? ഇടയ്ക്ക് വേറെ ബ്രേക്ക് എടുക്കാൻ പോകണ്ട, ഇടയ്ക്ക് നുണ പറയാൻ പോകേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും വേണമെങ്കിൽ ഇന്ന് പ്രവർത്തിക്കുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ കമ്പ്യൂട്ടർ മേടിച്ചിട്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാറേ ഇല്ല. ഓൺലി സ്ലീപ്പ്. പണി കഴിഞ്ഞാൽ സ്ലീപ്പ് ചെയ്ത് വയ്ക്കും, കാരണം എന്താ? ഞാൻ ചെയ്യുന്ന വർക്ക് ക്ലോസ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോഴത്തേക്ക് എൻ്റെ കൈക്കും കമ്പ്യൂട്ടർ 16 GB റാം എനിക്ക് തികയാതെ വന്നേക്കാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവിടെ കിടക്കും, അവിടെ താഴത്തെ ടാസ്ക് പാനലിൽ ഇങ്ങനെ കിടക്കും. ആവശ്യമുള്ള സാധനം ഓപ്പൺ ചെയ്യും, വർക്ക് കഴിയുമ്പോഴത്തേക്ക് സ്ലീപ്പ് ചെയ്ത് വയ്ക്കും. മനസ്സിലായി? ഡിലിജൻ്റ് ആണ്. ഇറ്റ് ക്യാൻ വർക്ക് ഫോർ അവേഴ്സ് വിത്തൗട്ട് എനി ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കാതെ മണിക്കൂറുകളോളം വർക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ വീഡിയോ എഡിറ്ററാണ്, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അവസാനം റെൻഡർ ഇടുമ്പോഴത്തേക്കും, ആ കോപ്പി ഇടുമ്പോഴത്തേക്കും അപ്പോഴും കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം. കമ്പ്യൂട്ടർ ഇസ് ഡിലിജന്റ്, അല്ലേ? ഡിലിജൻസ്. ഓക്കെ, അതുപോലെ ആട്ടോമേഷൻ, കോംപ്ലക്സിറ്റി, ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്, അല്ലേ? ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകളെല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് എക്സൽ ഷീറ്റ് എടുത്തു എന്ന് വെച്ചോ. എക്സൽ ഷീറ്റിൻ്റെ കാര്യം ഇഷ്ടംപോലെ പറയുന്നത്, അതിന് ഒരുപാട് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് പറഞ്ഞപ്പോൾ മനസ്സിലാവോ? ഇല്ല, അതെല്ലാം പോട്ടെ. ഞാൻ അത് കാണിച്ചു തരാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിടി കിട്ടത്തില്ല. ഓട്ടോമേഷൻ വേറെ ഒന്നും വേണ്ട. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ആൻഡ്രോയിഡ് കമ്പ്യൂട്ടറിന് ഓർത്താൽ മതി. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഓട്ടോമാറ്റിക്കായിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് രാവിലെ ചായ ഇടാനുള്ള പ്രോഗ്രാം കൊടുത്താൽ അത് പോയി ചായ ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ അപ്പൂപ്പന് കൊടുക്കും, അല്ലേ? സുരാജിൻ്റെ കഥാപാത്രത്തിന് കൊടുക്കും, ചായ ഇട്ടുകൊണ്ട് കൊടുക്കും. അതുപോലെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പ്രാക്ടീസുകളെ ആ ഒരു കമാൻഡ് എല്ലാം കൊടുത്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ റിപ്പീറ്റ് ചെയ്യാത്ത പുതിയൊരു പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റലിജൻസ് ആവശ്യമായിട്ട് വരും, അല്ലേ? നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ഏൽപ്പിച്ചു, നമ്മൾ ചായ ഇടാൻ ഏൽപ്പിച്ചു, പക്ഷേ അതിൽ കോഫി എന്ന് പറയുന്ന പ്രോഗ്രാം ഇല്ല. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ ചായ ചെന്നപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോയി ചായപ്പൊടി എടുത്തു, അല്ലേ? ചായപ്പൊടി എടുത്തിട്ട് ഇട്ടു, ചായ ഇട്ടുകൊണ്ട് കൊണ്ടുവരും. ചെന്നപ്പോൾ ചായപ്പൊടി പാത്രത്തിലൊന്നുമില്ല, പകരം കോഫി ഇടണം ചിന്തിക്കാനുള്ള ശേഷി ആർക്കില്ല? ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില്ല. ഇനി വരുന്ന കുഞ്ഞപ്പന്മാർക്ക് ചിലപ്പോൾ ഉണ്ടാകും. കാര്യം എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അമ്മാതിരി കേട്ടോ. ചിന്തിച്ചിട്ട് ഇതില്ല, പകരം ഇതിട്ടിട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മോലേക്ക് കൊടുത്താലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറിൽ വരും. ഇപ്പോൾ എഐയുടെ കാലമാന്നേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓട്ടോമേഷൻ. ഇനി എല്ലാം ഒന്നുകൂടെ നോക്കാം. ആക്യുറസി, അല്ലേ? കൃത്യത,
വെർസാറ്റിലിറ്റി അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാൻ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും. റിലയബിലിറ്റി, നമുക്ക് വിശ്വസിക്കാൻ അവനെ നമ്പാവനെ. അതുപോലെ സ്പീഡ്, വേഗതയുണ്ട്. ഡിലിജൻസ്, ഇവന് ക്ഷീണമില്ല. അതുപോലെ ഓട്ടോമേഷൻ, റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെയും ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നു. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതിൽ പെടാത്ത പല കാര്യങ്ങളും വരും. അത് ചിലപ്പോൾ നിങ്ങളൊന്നുകൂടെ ആലോചിച്ചിട്ടായിരിക്കും അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന എന്തായിരുന്നു? ഇൻ്റലിജൻസ് എന്നായിരുന്നു. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻ്റലിജൻസ് ആയിരുന്നു ഉത്തരം. ഓക്കെ, ബാക്കി ഇതിനകത്തുള്ള സാധനങ്ങൾ കൊടുത്തിരുന്നത്. ഇനി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളെ കുറിച്ച്, കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും ബേസിക്കലി ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താ? വിവര സാങ്കേതിക വിദ്യ. നമുക്ക് കണക്ക് കൂട്ടലാണ് നമുക്ക് ആദ്യമായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, കണക്ക് കൂട്ടൽ. അപ്പോൾ കണക്ക് കൂട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലേ, നമ്മുടെ മൈൻഡ് കൊണ്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ 4 3 7 ഇതൊരു എന്താണ് ലോജിക്കാണ്. 4 3 4 നമ്മുടെ വെല്ലെടുത്തു, 3 നമ്മളെ വെല്ലെടുത്തു, 7. അപ്പോൾ അത് ലോജിക്കാണ്. ആ സെയിം ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 5 10 എന്നും കൂടെ കിട്ടും എന്ന ഒരു കണ്ടെത്തലിൽ നിന്നാണ് കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റും. അല്ല, കമ്പ്യൂട്ടർ എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യുക, കൂട്ടുക അല്ലേ, കൂട്ടുക അല്ല, കാൽക്കുലേറ്റ് ചെയ്യുക, കണക്ക് ചെയ്യുക. ആ ഒരു വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ച കാൽക്കുലേറ്റിംഗ് ഡിവൈസുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങണം. ഓക്കെ, ഫസ്റ്റ് വൺ അബാക്കസ്. അബാക്കസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അബാക്കസ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു മുത്തു കോർത്ത കമ്പുകളിൽ മുത്തു കോർത്തിട്ടുള്ള ഒരു സാധനം. ഇത് വെച്ച് എങ്ങനെ ചെയ്യണമെന്നോ എങ്ങനെ കളിക്കണമെന്നോ എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. പണ്ട് എനിക്കിതുപോലെ സ്ലേറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അച്ഛൻ മേടിച്ച് തന്നിട്ടില്ല. അന്ന് പൊട്ടുന്ന സ്ലേറ്റിനാണ് വില കുറവ്, ഇതിന് വില കൂടുതലാണ്. ഓക്കെ, പക്ഷെ ചില കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്നുള്ള ഇത് വെച്ച് കൂട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അബാക്കസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഓക്കെ, എന്താ അബാക്കസ്? അബാക്കസ് PSC പോയിന്റ് ഓഫ് വ്യൂല് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് ചോദിച്ചാൽ അബാക്കസ്. PSC പോയിന്റ് ഓഫ് വ്യൂല് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാറി വരുന്നത് കേട്ടോ, നമുക്ക് മാറിപ്പോകരുത്. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്, കണക്ക് കൂട്ടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് അബാക്കസ് ആണ്. ഡിജിറ്റൽ അല്ല, ഓട്ടോമാറ്റിക് അല്ല, ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് അബാക്കസ്. മറന്നുപോലെ കേട്ടോ. ഇനി ഇത് ആര് ഡെവലപ്പ് ചെയ്തു? മെസപ്പൊട്ടോമിയൻസ് ആണ് ഡെവലപ്പ് ചെയ്യപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ടുള്ള എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നുമില്ല. അപ്പോൾ PSC ചോദിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചൈന എന്ന് പറയുന്നുണ്ട്. ചൈനയിൽ ഡെവലപ്പ് ചെയ്തു, പിന്നെ മെസപ്പൊട്ടോമിയൻസ് അതിനെ എന്ത് ചെയ്തു അതിനെ പിന്നെ ഫർദർ ഡെവലപ്പ് ചെയ്തു. ഇൻവെന്റഡ്, സോറി കേട്ടോ, ഇവിടെ ക്ഷമിക്കണം, ഡെവലപ്ഡ് അല്ല, ഫസ്റ്റ് ഇൻവെന്റഡ് ആട്ടോ. രണ്ടും ഡെവലപ്ഡ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് ഇൻവെന്റഡ് ബൈ മെസപ്പൊട്ടോമിയൻസ് കേട്ടോ. ഇത് വേറെ എവിടെയും നിങ്ങൾ നോക്കണ്ട, നമ്മുടെ NCERT +1 പുസ്തകത്തിൽ മാത്രം നോക്കിയാൽ മതി. മെസപ്പൊട്ടോമിയൻസ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. PSC ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും NCERT പുസ്തകത്തിന്റെ പേജ് നമ്പർ അടക്കം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചാലഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്? ഇൻവെന്റഡ് ബൈ മെസപ്പൊട്ടോമിയൻസ് ആൻഡ് ചൈനീസ് ആണ് അതിനെ ഫർദർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മറന്നു പോകണ്ട, മെസപ്പൊട്ടോമിയൻ സംസ്കാരം അല്ലേ? ഫൈൻ. അതുപോലെ ഇത് എന്ത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ ഇനി ചോദിക്കാം. NCERT പോയിന്റ് ആണ്. എന്താ? പ്ലേസ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് അബാക്കസ് പ്രവർത്തിക്കുന്നത്. എന്താണ്? പ്ലേസ് വാല്യൂ സിസ്റ്റം. ഓരോ പ്ലേസിലും നമ്മൾ ഈ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക വാല്യൂ കൈവരുന്നു. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അത്രയും മനസ്സിലാക്കാം. കണ്ടോ, ഒരുപാട് പ്ലേസുകളിലെ 1 2 3 4 5 6 7 8 9 10 പ്ലേസ് ഉണ്ട്. 10 പ്ലേസും 10 ബീഡ്സും ഉണ്ട് അല്ലേ? അങ്ങനെ 10 അങ്ങനെയാണ് വരുന്നത്. ഒന്നിന് 10 9 8 അങ്ങനെ വരുന്നത്. അപ്പോൾ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബാക്കസ് പ്രവർത്തിക്കുന്നത്. അബാക്കസിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, കൗണ്ടിങ് ഫ്രെയിം എന്ന പേരും കൂടെ ഉണ്ട്. എന്താണ്? കൗണ്ടിങ് ഫ്രെയിം. കണ്ടില്ലേ, ഒരു ഫ്രെയിമിൽ ഇത് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കൗണ്ടിങ് ഫ്രെയിം. ഇതൊന്നും നമ്മൾ മറന്നു പോകത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇവിടെ ആ കൂടി കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത. ആര് നിർമ്മിച്ചു, ആര് ഡെവലപ്പ് ചെയ്തു? മെസപ്പൊട്ടോമിയൻസ് നിർമ്മിച്ചു. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് നമ്മൾ 1ാം ക്ലാസ് ചെന്നപ്പോൾ ആദ്യം കണ്ട സ്ലേറ്റ് അല്ലെ, ആ സ്ലേറ്റിലുള്ള ഡിവൈസ്, കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഇത് ഓർത്താൽ മതി. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്താണ്? അബാക്കസ്. എന്താണ്? അബാക്കസ്. ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഒന്ന് ഉറച്ചു പറഞ്ഞേടാ. എന്താണ് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്? എന്താണ്? അബാക്കസ് ആണ്. അതുപോലെ മെസപ്പൊട്ടോമിയൻസ് ആണ് ഇത് ഇൻവെന്റ് ചെയ്യുന്നത്. അതുപോലെ ചൈനീസ് ആണ്, ചൈനക്കാരാണ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്ത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്? പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? അബാക്കസിനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അബാക്കസ് വെച്ച് കണക്ക് കൂട്ടുന്നത് എന്താ വെച്ചാൽ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറന്നുപോലെ കേട്ടോ, പ്ലേസ് വാല്യൂ സിസ്റ്റം.
ഓക്കെ, അബാക്കസിന്റെ മറ്റൊരു പേരെന്താ? കൗണ്ടിങ് ഫ്രെയിം. കൗണ്ടിങ് ഫ്രെയിം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയുന്നത് എന്തൊക്കെയാടാ? എന്താണ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ അബാക്കസ് ആണ്, മറന്നു പോകല്. അതുപോലെ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബാക്കസ് വർക്ക് ചെയ്യുന്നത്, മറന്നു പോകല്. അതുപോലെ ഇൻവെന്റഡ് ചെയ്തത് എന്താണ്? മെസപ്പൊട്ടോമിയസ് ആണ്, മറന്നു പോകല് കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾ ചുമ്മാ ഓർത്തിരിക്കും, എനിക്കറിയാം. ഇനി അടുത്ത് വരുന്നത് നേപ്പിയേഴ്സ് ബോൺസ്. നേപ്പിയേഴ്സ് ബോൺസ് ഇവിടെ PS ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ലോഗരിതം ടേബിൾ കണ്ടുപിടിച്ചത് ആര് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്ക്, 1617 സംഭവമാണ് പറയുന്നത്. 1617 1617 നേപ്പിയർ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് കണ്ടുപിടിച്ചു. എല്ലുകൾ കൊണ്ട് കേട്ടോ, എല്ലുകൾ ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ കൊത്തിയെടുത്ത് അതിനകത്ത് അക്കങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് കണ്ടുപിടിച്ചു. നമുക്കിത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും പഠിക്കാനില്ല, പക്ഷെ നമുക്ക് +1 ഇത് എങ്ങനെയാണ് അതിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പഠിക്കണം. 1 തൊട്ട് 9 വരെ ഇവിടെയുണ്ട്, 1 തൊട്ട് 9 അവിടെ ഉണ്ട്. ഇവിടെ എന്താണ്? കുറേ ടേബിൾ ഉണ്ട് അല്ലേ? അത് വെച്ച് ഉണ്ടാക്കിയ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് ആണ് നേപ്പിയർ ബോൺസ്. ആ പേര് തന്നെ ഉണ്ടല്ലേ. വർഷം 1617 1617 നേപ്പിയർ ബോണിന്റെ വർഷം എത്രയാണ്? 1617. ഓക്കെ, ഇനി നോക്കാം. 1614 തന്നെ അദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തി. എന്താണ്? ലോഗരിതം ടേബിൾ. ലോഗരിതം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് ആകുമ്പോൾ ലോഗരിതം വാങ്ങണം. പണ്ട്, ഇപ്പോൾ എനിക്കറിയത്തില്ല എത്രാം ക്ലാസ് വാങ്ങണമെന്ന്. 10ാം ക്ലാസ്സിലുണ്ട് ലോഗരിതം പഠിക്കാൻ. ഇപ്പോഴും എനിക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം അന്നും അറിഞ്ഞൂടോ എന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കന്മാരാണ്. അന്ന് അതിൻ്റെ ബാക്കിൽ കുറേ കാൽക്കുലേഷൻ സംഭവം എന്താണ്, നമ്മുടെ ഗുണനപ്പട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. തുണ്ട് വെച്ച് എഴുതുന്ന പോലെ ലോഗരിതം വെച്ചുകൊണ്ട് നമുക്ക് ഈ സാധനം എഴുതാം. കുറേ എന്താണ് ഫോർമുല എല്ലാം ലോഗരിതം ടേബിളിൻ്റെ ബാക്കിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായിട്ടുമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പിന്നെ ലോഗരിതം അന്ന് എനിക്ക് ഉപയോഗിക്കാൻ അറിയാവുമെന്ന് വെച്ചാൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ പാസ്സാവില്ല. 10-35 മാർക്ക് കിട്ടി മാത്സിന്. ഓക്കെ, അപ്പോൾ അതാണ് ലോഗരിതം ടേബിൾ കൊണ്ടുവന്ന ആരാണ്? നേപ്പിയർ ആണ് അല്ലേ. ജോൺ നേപ്പിയർ എന്ന വ്യക്തിയാണ്, മറന്നു പോലെ കേട്ടോ മക്കളെ. അപ്പോൾ ഇത് കണ്ടാൽ ലോഗരിതം ടേബിൾ പോലെയൊക്കെ ഇല്ലേടാ, കുറേ നമ്പർ ഇങ്ങനെ അടിക്കുക സാധനം ലോഗരിതം ടേബിൾ അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് 1617 1617 നേപ്പിയർ ബോൺ ഇൻവെന്റ് ചെയ്തു. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് ആയിരുന്നു അല്ലേ. എന്താണ്? ഗുണനക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആയിരുന്നു എന്ത്? നേപ്പിയർ ബോൺ എന്ന് പറയുന്നത്. അതുപോലെ 1614 ജോൺ നേപ്പിയർ എന്ത് ചെയ്തു? ലോഗരിതം ടേബിൾ ഇൻവെന്റ് ചെയ്തു. ഒന്ന് ഉറച്ചു പറഞ്ഞേ 1614 ജോൺ നേപ്പിയർ ലോഗരിതം ടേബിൾ ഇൻവെന്റ് ചെയ്യുന്നു. ലോഗരിതം ടേബിൾ മറക്കൂല. ഈ സാധനം നമ്മൾ ഓർത്തു വെക്കണം. ആര്? നേപ്പിയർ ബോൺ ഓർത്തു വെക്കണം. അത് 1617 അല്ലേ. 1617 ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് ആയിരുന്നു. നിങ്ങളിവിടെ ഓർത്തു വെക്കേണ്ട ഒറ്റ കാര്യം ഓർത്തു വയ്ക്കുക, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലോഗരിതം ടേബിൾ കണ്ടുപിടിച്ച ജോൺ നേപ്പിയർ ആണെന്നും 1614 ആണെന്നും നമ്മൾ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഓക്കെയാണോ പറഞ്ഞത്? അതുപോലെ ജോൺ നേപ്പിയർ ആണ് എന്ത്? നേപ്പിയർ ബോൺ കണ്ടുപിടിച്ചത്. അത് നമുക്ക് മാറിപ്പോകത്തില്ല. 1617 ഇത് 1614 അല്ലേ. അപ്പോൾ എന്താണ്? ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഡിവൈസ് ആയിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ വേൾഡ്സ് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറ? കുറച്ച് പറഞ്ഞ എന്താണ്? അബാക്കസ് ആണല്ലേ, അബാക്കസ്. അപ്പോൾ ഇവിടെ നോക്കാം, വേൾഡ്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് വന്നേക്കണ ചോദ്യം. ഏത്? പാസ്കലൈൻ 1642 കണ്ടോ. ഇതൊരു ഓട്ടോമാറ്റിക് സംഭവമാണ്. ഇവിടെ ഇതൊക്കെ വിളിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ കാണുന്നുണ്ടോ നിങ്ങൾ? ആ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അത് വെച്ചിട്ടുള്ള കണക്കൂട്ടൽ യന്ത്രമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? പാസ്കലൈൻ ഉണ്ടാക്കിയ വ്യക്തിയാടാ ബ്ലെയ്സ് പാസ്കൽ ആണല്ലേ. അപ്പോൾ എന്താണ്? വേൾഡ്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതാണ് പാസ്കലൈൻ ആണ്, മറന്നു പോകില്ല. 1642 വർഷങ്ങളെല്ലാം കൂടെ ഒരു തുണ്ട് നോട്ടായിട്ട് ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കണം, അപ്പോൾ ഒന്നും മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ രണ്ട് പ്രത്യേകതയാണുള്ളത്. എന്താണ്? വേൾഡ്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്ന് പണ്ട് PS ചോദിച്ചിട്ടുണ്ട്, അതേതാണ്? പാസ്കലൈൻ ആണ്. അതുപോലെ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും പാസ്കലൈൻ ആണ്, മറന്നുപോലെ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ? നേപ്പിയർ ബോൺ പഠിക്കുമ്പം ആരാണ്? നമ്മുടെ ജോൺ നേപ്പിയറെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലോഗരിതം ടേബിൾ 1614 പ്രധാനപ്പെട്ടത്. അതുപോലെ പാസ്കലൈൻ 2 പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? വേൾഡ്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ, അതുപോലെ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. ഈ 2 പോയിന്റ് ഓർക്കേണ്ടത്. അതുപോലെ ഇനി വരുന്ന ലെബ്നിസ് കാൽക്കുലേറ്റർ. ഈ പറഞ്ഞ പാസ്കലിന്റെ കാൽക്കുലേറ്റർ തന്നെ വർക്ക് ചെയ്താണ് ഗോഡ്ഫ്രെഡ് വില്യം ലെബ്നിസ് എന്ത് ചെയ്തത്? 1673 ഇതുപോലൊരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്തത്.
ഇതിന് മറ്റൊരു പേരുണ്ട്, സ്റ്റെപ്പ് റെക്കണർ എന്നൊരു പേരുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് റെക്കണർ ഇങ്ങനെ മറ്റൊരു പേരുള്ളതുകൊണ്ട് ഈ സാധനം ഒന്ന് പ്രത്യേകം പഠിച്ചോളാം കേട്ടോ. ലെബനിസ് കാൽക്കുലേറ്റർ ആണ് അതിൻ്റെ പേരെങ്കിൽ കൂടിയും സ്റ്റെപ്പ് റെക്കണർ എന്നൊരു പേരുള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ചോദ്യകർത്താവിന് ചോദിക്കാം, സ്റ്റെപ്പ് റെക്കണർ കണ്ടുപിടിച്ചത് ആരും ചോദിക്കാം. മറ്റിടത്തെല്ലാം മിക്കവാറും ഉണ്ടാക്കിയ ആളുടെ പേരും കൂടെ സാധനത്തിൻ്റെ കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ അത് ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞങ്ങൾ. സ്റ്റെപ്പ് റെക്കണർ ആരാ? ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ബൈനറി സിസ്റ്റം അല്ലേ, ബൈനറി സിസ്റ്റം സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 0 1 0 1 0 1 ഈ രണ്ട് ഡിജിറ്റുകൾ കൊണ്ട് കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബൈനറി സിസ്റ്റം ആണ്. ഈ ബൈനറി സിസ്റ്റം കൊണ്ടുവന്നത് ലെബ്നിസ് ആണ് കേട്ടോ. ആരാണ്? നമ്മുടെ ഗോഡ്ഫ്രഡ് വില്യം ലെബ്നിസ് ആണ്. അതുപോലെ യൂജിൻ പോൾ കർട്ടിസ് എന്ന് പറയുന്ന പേരും അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ട്. ബൈനറി സിസ്റ്റം ഫർദർ ഡെവലപ്പ് ചെയ്ത ആരാണ്? യൂജിൻ പോൾ കർട്ടിസ് ആണ്. ഓക്കെ, ഏറ്റവും ഡേറ്റ് ബാക്ക് ചെയ്ത ഹിസ്റ്ററി ആർക്കാണ്? ഗോഡ്ഫ്രഡ് വില്യം ലെബനിസിനാണ്. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബൈനറി സിസ്റ്റം നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? പണ്ട് കേട്ടിട്ടുണ്ടോ? ബൈനറി പഠിപ്പിച്ചില്ല കേട്ടോ, പഠിക്കാനുണ്ട്. 0 1 1 1 1 0 ഇങ്ങനെ ഓരോ ലെറ്റേഴ്സിനെയും നമ്പേഴ്സിനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കോഡ് ഉണ്ടാക്കിയാണ് നമ്മൾ ആരോട് സംസാരിക്കുന്നത്? കമ്പ്യൂട്ടറോട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അത് നമുക്കറിയാൻ പാടില്ല, അത് മെഷീൻ്റെ ലാംഗ്വേജാണ്. നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്ന ആരാടാ? ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1673 ഈ ലെബനിസിന്റെ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കപ്പെടുന്നത്. ഓക്കെ, 1673. അതിന് മറ്റൊരു പേര് പറയുന്നത് സ്റ്റെപ്പ് റെക്കണർ. എന്താണ് സ്റ്റെപ്പ് റെക്കണർ? ആദ്യം കണ്ട എന്താണ്? പാസ്കലൈൻ. ആ പാസ്കലൈനിൽ ഒരു സ്റ്റെപ്പൊക്കെ വെച്ച് ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ് അറിയിക്കേണ്ട സ്റ്റെപ്പ് പോലെ ഇരിക്കല്ലേടാ. സ്റ്റെപ്പ് റെക്കണർ ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ് അല്ലേ. ആദ്യം എന്താണ്? ആദ്യം പാസ്കലൈൻ. ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആദ്യമാടാ പാസ്കലൈൻ ആണല്ലേ. ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് പാസ്കലൈൻ. അതിനെ സ്റ്റെപ്പ് വെച്ചിട്ട് ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ് കാൽക്കുലേറ്റർ ഇടയ്ക്ക് മറ്റൊരു പേര് സ്റ്റെപ്പ് റെക്കണർ. ഓക്കെ, അദ്ദേഹം എന്താ? ബൈനറി സിസ്റ്റം എന്ന് ഉറച്ചു പറഞ്ഞേ. ബൈനറി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ആരാണ്? ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ് ആണ്. ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ ആണെന്ന് കരുതുന്നു, കുഴപ്പമില്ല. ഇനി ജാക്കോബ്സ് ലൂം നോക്കാം. ഈ സാധനം കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ. ഇതൊരു കൈത്തറിയാണ് അല്ലേ, കൈത്തറിയാണ്. കൈത്തറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വസ്ത്രങ്ങൾ നെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാഞ്ചീപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കൈത്തറികൾ കാണാൻ പറ്റും. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, 1801 വളരെ സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഓരോ കാർഡുകളാണ്. ആ കാർഡുകളിൽ വ്യക്തമായിട്ട് ചില പഞ്ചിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, പഞ്ചിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഞ്ചിങ് കൊടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ വസ്ത്രങ്ങളുടെയും ഡിസൈനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇന്ന രീതിയിലായിരിക്കും അതിനകത്ത് ഡിസൈൻ വരേണ്ടെന്ന രീതിക്ക് ഉള്ള ഇൻഫോർമേഷൻ ആണ് ഈ കൊടുത്തിരുന്ന പഞ്ചുകൾ. ആ പഞ്ച് വഴിയായിരിക്കും നമ്മുടെ നൂല് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ അദ്ദേഹം ഒരു പൂവിൻ്റെ ഡിസൈനിൽ ഒരു തൂവാല നെയ്തു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പഞ്ചിഡ് കാർഡ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചിഡ് കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അതേ തൂവാല നെയ്യാം എന്ന ആ ഒരു ആശയത്തിന് പിന്നിൽ, ആ ആശയത്തിനാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതാണ് ജാക്കോബ് ലൂമിന്റെ പ്രത്യേകത. അപ്പോൾ ആരാ ഇത് ഇൻവെന്റ് ചെയ്തത്? ജോസഫ് മേരി ജാക്വാർഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ആ പേരിൽ അതുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ചോദിക്കാൻ സാധ്യത കുറവാണ്. വർഷം 1801. നോക്ക്, പഞ്ചഡ് കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എവിടെയാണ്? ജാക്കോബ്സ് ലൂമിലാണ്. ചിത്രം കണ്ടു, കാര്യം മനസ്സിലായി, ഇനി മറന്നു പോകത്തില്ലോ. പഞ്ചഡ് കാർഡ് ഇൻട്രൊഡ്യൂസ് എവിടെയാണ്? ജാക്കോബ്സ് ലൂമിലാണ്. അതുപോലെ പഞ്ചഡ് കാർഡ് എന്തായിരുന്നു? ദേ വെയർ ആൻ ഇന്നോവേറ്റീവ് വർക്ക് ആസ് ഇറ്റ് പ്രൂവ്ഡ് ഇൻഫർമേഷൻ ക്യാൻ ബി സ്റ്റോർഡ്. നമ്മൾ ഓർമ്മയിൽ ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നത് പോലെ അല്ലേ, അതിനു മുന്നേ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കണമെങ്കിൽ എഴുതി സൂക്ഷിക്കണമായിരുന്നു. സംഭവം മനസ്സിലായ? അതായത് ഇതേപോലെ ഡിസൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തൂവാല കിട്ടും എന്നുള്ള വിവരം എഴുതി വെക്കണമായിരുന്നു. അത് വേറൊരുത്തം വായിച്ചിട്ട് അതേപോലെ ചെയ്യണമായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ തന്നെ ആ ഇൻഫർമേഷൻ ഒരു കാർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സെയിം പൂവുള്ള തൂവാല പിന്നെയും നെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഒരു കണ്ടുപിടുത്തമാണ് ഇതിന്റെ പിന്നിൽ കേട്ടോ മക്കളെ. നോക്കാം, എന്താണ്? ദിസ് എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ട്രിഗേർഡ് ദ
കമ്പ്യൂട്ടർ റവല്യൂഷൻ. കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ഈ ഒരു തോട്ടാണ്. എന്താണ്? ഇൻഫർമേഷൻ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ, ഈ ഒരു തോട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് പിന്നെ ആരൊക്കെ? ചാൾസ് ബാബേജ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാടാ? അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ എഞ്ചിനിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഹെർമൻ ഹോളർത്ത് നേരത്തെ പഠിച്ചു. എന്താണ്? ഡാറ്റ പ്രോസസ്സിന്റെ പിതാവാര ഹെർമൻ ഹോളർത്ത് കേട്ടോ. ഡാറ്റ പ്രോസസ്സിന്റെ പിതാവാരാണ് ഹെർമൻ ഹോളർത്ത്. അതിന്റെ പിന്നിൽ കഥയൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്ര മനസ്സിലാക്കാം. ജോസഫ് മാരി ജാക്വാർഡ് 1801 കമ്പ്യൂട്ടർ റവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള പഞ്ചഡ് കാർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ജാക്വാർഡ്സ് ലൂം കൊണ്ടുവന്നത്. എന്താണ് പഞ്ചഡ് കാർഡ് എന്ന് മനസ്സിലാക്കി. എന്താണ്? ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ള ആദ്യത്തെ ഇൻഫർമേഷൻ, അല്ലെ ആദ്യത്തെ ഒരു തോട്ടാണ് പഞ്ചഡ് കാർഡുകൾ. ഓക്കെ, ഇനി ഇത് ആരൊക്കെ പിന്നെ അഡോപ്റ്റ് ചെയ്തു? ചാൾസ് ബാബേജ്, അതുപോലെ ഹെർമൻ ഹോളർത്ത് പോലുള്ള ആൾക്കാർ പിന്നെ അവരുടെ വർക്കുകളിൽ ഈ ഒരു സംഗതി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പിന്നെ ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട്, ഇൻപുട്ട് ഉപകരണമൊക്കെ ആയിട്ട് മാറി പഞ്ചുകൾ കേട്ടോ. നോക്കാം. അപ്പൊ നമ്മളിപ്പോ എത്രയാ പഠിച്ചത് നോക്കാം. എന്തൊക്കെയാടാ? ആദ്യം പാസ്കലയും പഠിച്ചല്ലേ, നേപ്പിയർ ബോൺ അവിടെ നിൽക്കട്ടെ. പാസ്കൽ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ വന്നു, അത് കഴിഞ്ഞ് ലെബനീസ് കാൽക്കുലേറ്റർ സ്റ്റെപ്പ് റെക്കോർഡർ ആക്കി മാറ്റി. പിന്നെ ജാക്വാർഡ്സ് ലൂം എന്ത് ചെയ്തു? പഞ്ചഡ് കാർഡായിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളൊരു ഐഡിയയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് എഞ്ചിൻ. ദാ വരുന്നു ആര്? ചാൾസ് ബാബേജ്. ആര്? ചാൾസ് ബാബേജ്. ആരാ ചാൾസ് ബാബേജ്? നമുക്കറിയാം, കമ്പ്യൂട്ടറിന്റെ പിതാവ് അല്ലേ, കമ്പ്യൂട്ടറിന്റെ പിതാവ്. 1822 1801 ആര്? ജാക്വാർഡ് ലൂം വന്നത് അല്ലേ, ജാക്വാർഡ് ലൂം വന്നത്. അപ്പോൾ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും രണ്ട് കാര്യങ്ങളാണ്. നോക്കാം. അനലിറ്റിക്കൽ എഞ്ചിൻ 1833 ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എഞ്ചിൻ 1822. മറന്നുപോലെ കേട്ടോ, മറന്നുപോലെ. ഇതിന് 2 വർഷം സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. 1822 ഡിഫറൻസ് എഞ്ചിൻ. ഈ 2 മാറ്റി 3 ഇട്ടാൽ എന്തായി? അനലിറ്റിക്കൽ എഞ്ചിനായി. ഇനി ഡിഫറൻസ് ആണോ അനലിറ്റിക്കൽ ആദ്യം? അല്ല. എന്താണ്? ആദ്യം കുറച്ചു. ഡിഫറൻസ് ആണ് എന്താണ്? കുറയ്ക്കുക അല്ലെ. അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക്സ് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക. അതിൽ രണ്ടാമത് വരിക കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചാലേ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് ആദ്യം വന്നത്? എന്താണ്? ഡിഫറൻസ് എഞ്ചിൻ. ആദ്യം വന്നത് എന്താണ്? ഡിഫറൻസ് എഞ്ചിൻ. അനാലിറ്റിക്സ് അല്ലേ, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി 33 അനലിറ്റിക്കൽ എഞ്ചിൻ കൊണ്ടുവന്നു. ഈ 2 കാര്യം ഇപ്പൊ പഠിച്ചു പോകണം, ഇപ്പോഴും പഠിച്ചു പോകണം. എന്താണ് ഡിഫറൻസ് എഞ്ചിൻ? ആര് കൊണ്ടുവന്നു? ഉറച്ചു പറഞ്ഞാൽ ചാൾസ് ബാബേജ് കൊണ്ടുവന്നു. അനലിറ്റിക്കൽ എഞ്ചിൻ ആര് കൊണ്ടുവന്നു? ചാൾസ് ബാബേജ് കൊണ്ടുവന്നു. ഡിഫറൻസ് എഞ്ചിൻ ആദ്യം ഈ കുറയ്ക്കാൻ പഠിച്ചു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓർക്കുക. 1822 1833 ആയപ്പോഴത്തേക്കും അതിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി അനലിറ്റിക്കൽ എഞ്ചിൻ കൊണ്ടുവന്നു. പഠിച്ചില്ലേ? അത് പഠിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഓർക്കണം. ക്ലാസ് ഒന്നുകൂടെ കണ്ടുപോകണം കേട്ടോ. ഇനി നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ക്രിയേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് ഡിഫറൻസ് എഞ്ചിനെ കുറിച്ച് പറയുന്നത്. വേറെ ആരുമില്ല, നമ്മളെ NCERT പുസ്തകം പറയുന്നതാണ്. കമ്പ്യൂട്ടറിന്റെ ക്രിയേഷന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നതാണ് ഡിഫറൻസ് എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ്. ഇനി അതിന്റെ പ്രത്യേകത നോക്കാം. ഡിഫറൻസ് എഞ്ചിൻസ് ദാറ്റ് കുഡ് പെർഫോം അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് പ്രിന്റ് റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി. ഇതാണ് എൻ്റെ പ്രത്യേകത. എന്താണ്? ഒന്നെന്താണ്? 2 കാര്യങ്ങളൊന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് ടുവാർഡ്സ് ദ ക്രിയേഷൻ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എന്താണ്? ഡിഫറൻസ് എഞ്ചിനാണ്. ഓക്കെ, അതുപോലെ അതിന്റെ പ്രത്യേകത എന്താണ്? അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാനും റിസൾട്ട് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്യാനും കഴിയുമായിരുന്നു. ഇത് ആര്? ചാൾസ് ബാബേജ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ആരാണ്? ചാൾസ് ബാബേജ് ആണ് കേട്ടോടാ. ഇനി നമുക്ക് അനലിറ്റിക് എഞ്ചിൻ നോക്കാം. വർഷം നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1833. മറന്നില്ലല്ലോ? മറന്നാടാ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നോക്കാം. ദ റിയൽ പ്രിഡിസസർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ? അത് അനലിറ്റിക്കൽ എഞ്ചിനാ. മറ്റതിന് എന്താണ്? അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ആണ് പ്രധാനമായിട്ടും അല്ലേ. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയാണ്. അതിനാണ് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ എന്ന് പറയാ. വ്യത്യാസം മനസ്സിലാക്കി പോണം കേട്ടോ മക്കളെ. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ക്രിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഡിഫറൻസ് എഞ്ചിൻ. ദ റിയൽ പ്രിഡിസസർ അല്ലെ, ശരിക്കുള്ള മുൻഗാമി, മോഡേൺ കമ്പ്യൂട്ടറിന്റെ ശരിക്കുള്ള മുൻഗാമി എന്ന് പറഞ്ഞ ആരാ? അനലിറ്റിക്കൽ എഞ്ചിനാണ്. 1833. മറക്കല്ല. ഓക്കെ, രണ്ടും ആരുടേതാണ്? ചാൾസ് ബാബേജിൻ്റെതാണ്. Analytic engine marks the development from arithmetic calculation to general purpose computation.
ശ്രദ്ധിക്കുക, NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അനലിറ്റിക് എഞ്ചിൻ എന്താ ചെയ്തത്? മാർക്ക്ഡ് ദ ഡിഫറൻസ്. എന്തിന്? ഈ ഡെവലപ്മെന്റ് എന്തിൽ നിന്നും? വെറും അരിത്തമെറ്റിക് കാൽക്കുലേഷനുകളിൽ നിന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷനിലേക്ക്, അല്ലേ? അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും എന്നതിലുപരി സാധാരണ മറ്റ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക്, ആ തോട്ടിലേക്ക് വന്ന അനാലിറ്റിക്കൽ എഞ്ചിൻ. ആ പേരിൽ തന്നെയുണ്ട്. എന്തുവാ? അനാലിറ്റിക്സ്, അല്ലേ? അനാലിറ്റിക്കൽ എഞ്ചിൻ. ഓക്കെ. ദ എഞ്ചിൻ ഹാഡ് എ സ്റ്റോർ മെമ്മറി. ഇതിന് സ്റ്റോർ മെമ്മറി ഉണ്ടായിരുന്നു. ആൻഡ് എ സെപ്പറേറ്റ് മിൽ, അത് നമ്മൾ പ്രോസസർ എന്ന് വിളിച്ചു. അതുപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് വെയർ ഇൻ ഫോം ഓഫ് പഞ്ച്ഡ് കാർഡ്സ്. ഇത് ചോദിക്കും കേട്ടോ. ഇൻപുട്ട്, അനലിറ്റിക് എഞ്ചിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു? അത് പഞ്ച്ഡ് കാർഡായിട്ടാണ് കൊടുത്തിരുന്നത്. അതുപോലെ ഇതിന് സ്റ്റോർ മെമ്മറി ഉണ്ടായിരുന്നു, ഒരു പ്രോസസ്സറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇനി അഗസ്റ്റ അഡ കിങ് അല്ലെങ്കിൽ അഗസ്റ്റ അഡ ലവ്ലേസ് അല്ലെങ്കിൽ മാഡം അഡ എന്നൊക്കെ പറയുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന ലേഡിയാണ് കേട്ടോ. പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും വില കുറച്ച് കാണരുത്. ഇദ്ദേഹം ചാൾസ് ബാബേജിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രോഗ്രാമർ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ ഇൻപുട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളാരാണ്? അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇത് ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്ന സാധനം കേട്ടോ. അഗസ്റ്റ അഡ 2-3 തവണയൊക്കെ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. അഗസ്റ്റ അഡ കിങ് അല്ലെങ്കിൽ അഗസ്റ്റ അഡ ലവ്ലേസ്, മാഡം ലവ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ആര്? അഗസ്റ്റ അഡ കിങ്, അഗസ്റ്റ അഡ ലവ്ലേസ് അല്ലെങ്കിൽ മാഡം ലവ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എഞ്ചിന് 1822 ആദ്യത്തെ മോഡേൺ അല്ല കമ്പ്യൂട്ടർ നിർമ്മാണത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഡിഫറൻസ് എഞ്ചിനാണ്. അതുപോലെ അനലിറ്റിക് എഞ്ചിൻ 1833 22 മാർച്ച് 33 റിയൽ പ്രിസർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? അനലിറ്റിക് എഞ്ചിനാണ്. ഓക്കെ, അതുപോലെ മാഡം അഡ മറക്കരുത്, അദ്ദേഹമാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ശരിക്കും പറഞ്ഞാൽ കണക്കുകൾ കൂട്ടുക, അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ നിന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? അനലിറ്റിക്കൽ എഞ്ചിനാണ്. ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ അല്ലേ? ഇനിയാണ് ഹോളറിത്സ് മെഷീൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെർമൻ ഹോളർത്ത് ആണ്, അല്ലേ? ഹെർമൻ ഹോളർത്ത്. ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു വളരെ വലിയൊരു സർവേയുടെ ഫലമായിട്ടുണ്ടായിരുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പണിയെടുത്തു. മനസ്സിലായോ? നോക്കാം. എന്താണ്? ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ വിച്ച് യൂസ്ഡ് പഞ്ച്ഡ് കാർഡ്സ് ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഹോളർത്ത് മെഷീൻ എന്നാണ് 1887 മറക്കല്ല കേട്ടോ. 1887 ഹോളർത്ത് മെഷീൻ. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ അന്ന് നടന്ന ഒരു സർവേയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ വർഷങ്ങൾ മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാണ് ഈ വർക്ക് ചെയ്യുന്നത്, വർഷങ്ങൾ എടുക്കുമായിരുന്ന വർക്ക് ഇദ്ദേഹം ഈ ടാബുലേറ്റിംഗ് മെഷീൻ കൊണ്ട് കൃത്യമായിട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വലിയ ചരിത്രമായ സംഭവമാണ്. അപ്പോൾ നോക്കാം, ഹോളർത്തിൻ്റെ മെഷീൻ 1887 ഹെർമൻ ഹോളർത്ത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ആരാണ്? ഹെർമൻ ഹോളർത്തിനെ ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നതാണ്. ഇതൊരു ഡാറ്റ പ്രോസസ്സിംഗ് ടാബുലേറ്റിംഗ് യന്ത്രമായിരുന്നു. ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കറണ്ടിന്റെ സഹായത്തോടു കൂടി, എന്നാൽ അത് മാത്രമാണോ മെക്കാനിക്സിന്റെ സഹായത്തോടെ ഉള്ള പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ. ഓക്കെ, പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ. അതിനകത്ത് പഞ്ച്ഡ് കാർഡാണ് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇനി 1896 ആയപ്പോൾ എന്ത് ചെയ്തു? ഹോളർത്ത് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി കേട്ടോ. ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ. ഇതാണ് പിൽക്കാലത്ത് IBM എന്ന് പറയുന്ന, പിന്നെ അത് IBM അത് മാത്രമല്ല, അതിനകത്ത് കുറേ അമാൽഗമേഷനും കുറേ വേറെ കമ്പനികളൊക്കെ കൂടി ചേർന്നിട്ടുണ്ട്. അതിനകത്ത് IBM 1924 ചോദിക്കും കേട്ടോ. IBMന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് IBMന്റെ ഫുൾ ഫോം. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ IBM എന്ന് വന്നൂടാ മക്കളെ? എന്നാ വന്നേ പറ? IBM വന്നത് 1924 1924 IBM വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ 1896 ഹോളർത്ത് എന്ത് ചെയ്തു? ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന TMC എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോഴും IBM, അല്ലേ? വളരെ വലിയൊരു ബിസിനസ് ഫീമിനാണ് IBM ആയിട്ട് മാറിയെന്നാണ് 1924. ഓക്കെ, അപ്പോൾ ഹോളർത്ത് മെഷീനാണ് 1887 മറക്കല്ല. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ എന്നറിയപ്പെടുക ഹോളർത്ത് മെഷീനാണ് കേട്ടോ.
ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നടന്ന വലിയ സർവേയുടെ ഫലം ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഈ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതൊരു ഡാറ്റ പ്രോസസ്സിംഗ് അല്ലേടാ, ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് 1 ഇങ്ങനെയുള്ള കുറച്ച് കമ്പ്യൂട്ടർ പഠിച്ചു പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനറേഷൻസിൽ പഠിക്കേണ്ടതാണ്. ജനറേഷൻസിൽ ഒന്നും കൂടെ നമ്മൾ എടുത്ത് പഠിക്കും. പക്ഷേ നമുക്ക് ഈ ചരിത്രം പറയുമ്പോഴത്തേക്കും ഈ 2-3-4 കമ്പ്യൂട്ടർ പറയാതെ പോകുന്നത് ശരിയുള്ള കാര്യമല്ല. അത് ഇവിടെ തന്നെ പറയാം. അപ്പോൾ ജനറേഷൻ പെട്ടെന്ന് തീരും കേട്ടോ. ഓക്കെ. മാർക്ക് 1 കമ്പ്യൂട്ടർ 944 മനസ്സിലായ? 944 ഹൊവാർഡ് ഐക്കൺ ഇൻ കൊളാബറേഷൻ വിത്ത് എഞ്ചിനീയേഴ്സ് അറ്റ് IBM കൺസ്ട്രക്റ്റഡ് മാർക്ക് 1. IBMിലുള്ള എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടു കൂടി ഹൊവാർഡ് ഐക്കൺ എന്ന് പറയുന്ന വ്യക്തിയാണ് 944 മാർക്ക് 1 കൺസ്ട്രക്ട് ചെയ്തത്. കണ്ടോ, ഒരു വലിയ റൂം നിറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ അല്ലേ. നോക്കാം. ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മാർക്ക് 1 യൂസ് ദ പേപ്പർ ടേപ്പ് റീഡേഴ്സ് കാർഡ്, ഇപ്പോഴത്തെ കാർഡ് റീഡർ അല്ല കേട്ടോ. അതുപോലെ കാർഡ്, പഞ്ച്ഡ് കാർഡൊക്കെയാണ് ഇത് എന്ത് വേണ്ടത്, ടൈപ്പ് റൈറ്റർ, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ മാർക്ക് 1 ഒന്ന് ഓർത്തിരിക്കുക, 944 ഹൊവാർഡ് ഐക്കൺ. ഈ പേര് മറന്നുപോലെ കേട്ടോ. മാർക്ക് 1 944 ഹൊവാർഡ് ഐക്കൺ മറന്നുപോലെ. ഇനി നമുക്ക് എഡ്വാക്ക് നോക്കാം. എഡ്വാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എത്ര പ്രാവശ്യം PSC ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആരാ ഇത് കൊണ്ടുവന്നേ? ഡിസൈൻഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. അപ്പോൾ ഈ എഡ്വാക്കിന്റെ പിന്നിൽ അദ്ദേഹം മാത്രമാണോ? അല്ല. പക്ഷേ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പേരാണ് എപ്പോഴും പറയുന്നത്. ഇതിന്റെ പിന്നിൽ നമ്മുടെ പെസ്പർ എക്കർട്ടും മച്ചുലിയും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ. അതായത് ENIAC സൃഷ്ടിച്ച പെസ്പർ എക്കർട്ടും മൈച്ചുലിയും എല്ലാം ഇതിന്റെ പിന്നിലും ഉണ്ട്. പക്ഷേ ഇതിന്റെ പക്ക ഡിസൈൻ ആരുടെയാണ്? ജോൺ വോൺ ന്യൂമാൻ്റെയാണ്. ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ് നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതാണ്. എന്താണ്? ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും, അവിടെ ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇൻപുട്ട് വന്നു, അവിടെ ALUവിൽ നിന്നും വർക്ക് ചെയ്തു, മെമ്മറിയിൽ പോയി, അവിടെ നിന്ന് ഔട്ട്പുട്ട് ഇങ്ങനെ വന്നു. ഇത്രയാണ് ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊണ്ടുവന്ന ആരാണ്? ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മക്കളെ. അതുകൊണ്ട് നോക്കാം. എഡ്വാക്ക് പഠിച്ചു തന്നെ പോകണം കേട്ടോ. എഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഉറച്ചു പറഞ്ഞ ഒന്നുകൂടെ. എഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഒന്നുകൂടെ പറ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് അറ്റ് എവിടെയാ? US-ന്റെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത് കേട്ടോ, 1940-കളിൽ. പിന്നെ ഇത് മാറ്റപ്പെട്ടു, വേറെ അതിന് പകരം അതിനേക്കാൾ മെച്ചപ്പെട്ട കമ്പ്യൂട്ടർ 48-ൽ വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം? നേരത്തെ എഡ്സാക്കിന്റെ ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച കമ്പ്യൂട്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മനസ്സിലായി? അപ്പോൾ സ്ഥാപിച്ച സ്ഥലം വരെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി വയ്ക്കാം. എന്താണ് എഡ്വാക്ക്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. 2 കാൽക്കുലേറ്റർ വരുന്നുണ്ട്, പറഞ്ഞുതരാം. നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾഡ് അറ്റ് US-ന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ അല്ലേ. ആര്? ജോൺ വോൺ ന്യൂമാൻ ആണ് അതിന്റെ ഡിസൈൻ നിർവഹിച്ച പോലെ. ന്യൂമാൻ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതിന് നമ്മൾ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ് വിളിക്കുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആരാടാ? ജോൺ വോൺ ന്യൂമാൻ ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് എന്താ? CPU, ALU ആൻഡ് CU. ഇത്രയും കാര്യങ്ങൾ. ഇനി എപ്പോഴും എടുത്തു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ വോൺ ന്യൂമാൻ. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്
ജോൺ വോൺ ന്യൂമാൻ. എഡ്വാക്ക് അവിടെ നിൽക്കട്ടെ, ജോൺ വോൺ ന്യൂമാനുമായിട്ട് ബന്ധപ്പെട്ട് 4-5 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കും, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പ്യൂട്ടർ ഏത്? എഡ്വാക്ക്. ഓക്കെ. അതുപോലെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അതുപോലെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എങ്ങനെ അറിയപ്പെടുന്നു? ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്. എഡ്വാക്ക് മറന്നുപോലെ മക്കളെ, മറന്നുപോലെ കേട്ടോ. എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ? നമുക്കറിയാം അല്ലേ, മോഡേൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന ഇതാണ് സാധനം. ബാക്കി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ വന്നോ, എന്തൊക്കെ പ്രോസസർ വന്നോ, IC ചിപ്പ് വന്നോ, അതുപോലെ എന്താണ് പ്രോസസർ i7 i9 i12 ഇനി i100 വരട്ടെ, എന്നാലും ആർക്കിടെക്ചർ ഇതാ. മനസ്സിലായില്ലേ? അപ്പോ ജോൺ വോൺ ന്യൂമാൻ എന്നും അറിയപ്പെടും അല്ലേ. ഓക്കെ. അപ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ജോൺ വോൺ ന്യൂമാൻ. ഇനി നോക്കാം എഡ്സാക്ക്. എഡ്വാക്ക് കൊണ്ടുവച്ചത് ബാലിസ്റ്റിക്, അതായത് നമ്മുടെ എന്താണ് റോക്കറ്റ് ഉണ്ടാക്കുന്ന, റോക്കറ്റ് അല്ല ശരിക്കും ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വെടിയുണ്ട് അല്ലേ. യെസ്, വെടി, തോക്ക് നിർമ്മാണശാലയിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സ്ഫോർഡ് ആണ്, മാറിപ്പോയി, സോറി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ബ്രിട്ടന്റെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് എഡ്സാക്ക് സ്ഥാപിച്ചത്. നോക്കാം എഡ്സാക്കിന് നോക്കാം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. കമ്പ്യൂട്ടറിന് പല സ്ഥലത്തും പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കാൽക്കുലേറ്റർ. മനസ്സിലായ? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് എഡ്സാക്ക് അറിയപ്പെടുന്നത്. ഓക്കെ. അതിന്റെ ഫുൾ ഫോം പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ഉത്തരം, കാൽക്കുലേറ്റർ. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റെഫറൻസ് കിട്ടും. പക്ഷേ എഡ്സാക്കിനെ കുറിച്ച് വലുതായിട്ട് നമ്മുടെ NCERT പറയുന്നില്ല. ഓക്കെ. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എവിടെ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വെച്ചത് അല്ലേ. അതുപോലെ മോറിസ് വിൽക്കിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ. ആരാണ്? മോറിസ് വിൽക്കിസ് എന്ന് പറയുന്നത്. ഇത് നോക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഇൻ റെഗുലർ യൂസ്. എന്നാൽ മോറിസ് വിൽക്കിസ് ആണോ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് പിന്നിൽ? അല്ല. ആരാണ്? വോൺ ന്യൂമാൻ ആണ്. റെഗുലർ യൂസിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്? എഡ്സാക്ക് ആണ്. മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി? വോൺ ന്യൂമാന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു? എഡ്വാക്കില് ആര് കൊണ്ടുവന്നു? ന്യൂമാൻ കൊണ്ടുവന്നു. പക്ഷേ ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഇൻ റെഗുലർ യൂസ് എന്ന് ചോദിച്ചാൽ അത് എഡ്സാക്ക് ആണ്. ആര്? മോറിസ് വിൽക്കിസ് ആണ് അല്ലേ അതിന്റെ പിന്നില്. അതുപോലെ ഡെവലപ്പ് ചെയ്ത് എവിടെ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർ ചോദിക്കുന്നതെന്ന്. എഡ്സാക്കിന്റെ ഫുൾ ഫോം മറക്കണ്ട, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇനി നമുക്ക് ഇനിയാക്ക് നോക്കാം. ഇനിയാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പല പരീക്ഷകളിലും PSC ഇട്ട് കുഴപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതിന്റെ ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് പൊതുവേ ഇത് പറയപ്പെടുന്നത്. അത് ഇവിടെ തന്നെ നോക്കിയാൽ ഇത് നമ്മുടെ മ്യൂസിയത്തിൽ കാണിച്ചിരിക്കുക. അതിന്റെ ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ കഴിച്ചങ്ങനെ, മനസ്സിലായില്ലേ? പക്ഷേ ഒറ്റ കാര്യം, പണ്ട് PSC ചോദിച്ചു, എന്താണ് ENIAC ഫുൾ ഫോം, എല്ലാവരും കമ്പ്യൂട്ടർ എഴുതി, പക്ഷേ കാൽക്കുലേറ്റർ എന്നാണ് PSC ഉത്തരം വന്നത്. അതിന്റെ അവസാനം അവർ എടുത്തു വെച്ചാൽ NCERT ആണ്. NCERT ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ കാൽക്കുലേറ്റർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ പഠിക്കാം. ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ENIAC 945, 946 ഈ വർഷങ്ങളിലാണ് ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുന്നേ, 46. ഇനി മറക്കൂല്ലോ, ENIAC വർഷം മറക്കോ? 1940 നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു വർഷം മുന്നേ 945, 946 ENIAC വന്നു. ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നു. ENIAC ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. എന്താണ്? ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അപ്പം മറ്റൊന്ന് നോക്കാം. അപ്പോൾ എഡ്വാക്ക് എന്താണ്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇവിടെ എന്താണ് ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ ഇൻ റെഗുലർ യൂസ്. ഇവിടെ ENIAC വന്നപ്പോൾ എന്താണ്? ENIAC ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അതുപോലെ PSC ഒരു പഴയ ചോദ്യമാണ് എന്താ? ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ENIAC എന്നാണ് ഉത്തരം കേട്ടോ. കേരള PSC ഉത്തരവാണ്. ഫസ്റ്റ്
മോഡേൺ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ എന്താ? ENIAC-ആണ്. ആരാണ്? ജോൺ മൗച്ച്ലിയും അതുപോലെ പ്രെസ്പർ എക്കർട്ടുമാണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. ജോൺ മൗച്ച്ലിയും പ്രെസ്പർ എക്കർട്ടുമാണ് ഇത് കൊണ്ടുവന്നത്. 945-46 മറന്നു പോരുത് കേട്ടോ. എന്താണ്? 945-46 ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇതുവരെ PS തിരുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇനി നമുക്ക് അതിനെ പഠിക്കണം. അതുപോലെ ENIAC ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അപ്പോൾ എന്താ യൂണിവാക്ക്? നോക്കാം. യൂണിവാക്കിന് ഉണ്ട് കേട്ടോ പ്രത്യേകതകൾ. 952-ലാണ് യൂണിവാക്ക് അല്ലേ. നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ 952 യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് എൻ്റെ ഫുൾ ഫോം. എന്താ യൂണിവാക്കിന്റെ ഫുൾ ഫോം? എന്താ? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ കമ്പ്യൂട്ടർ. ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയുള്ള കമ്പ്യൂട്ടറാണ്. വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിജയിച്ച കണ്ട ഒരു കമ്പ്യൂട്ടറിന് രൂപമൊക്കെയായി. ഒരു മേശയാണെന്നുണ്ടെങ്കിലും അതിന് ഇത്രയും സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ആയി അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ കമ്പ്യൂട്ടറാണ് യൂണിവാക്ക്. അതിൻ്റെ പിന്നിലും ആരാ? ജോൺ മൗച്ച്ലിയും പ്രെസ്പർ എക്കർട്ടും തന്നെയാണ് മക്കളെ. ഓക്കെ. അതുപോലെ ഡെവലപ്പ് ചെയ്ത വർഷം 952 മറക്കണ്ട. ആൻഡ് വാസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. കണ്ട, ഈ വാക്ക് അണ്ടർലൈൻ ചെയ്തോണം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ എന്താ ENIAC-ന്റെ പ്രത്യേകത? ENIAC ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അത് ഇലക്ട്രോണിക് ആണെങ്കിൽ കൂടി ഇത് ഡിജിറ്റലാണ്. മറ്റേതാണ് ഡിജിറ്റൽ. എന്താ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റ്സ് ആയിട്ട് സാധനം കാണാൻ പറ്റും. എടാ ഡിജിറ്റൽ കാൽക്കുലേറ്റർ അല്ലേ? ഡിജിറ്റൽ കാൽക്കുലേറ്റർ 2, 3, 4, 1, 7 അത്രേ ഉള്ളൂ. ആ സാധനം ഡിജിറ്റൽ കമ്പ്യൂട്ടറാണിത് കേട്ടോ. ഓക്കെ, ഇതാണ് വ്യത്യാസം, യൂണിവാക്കുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പോവാടാ. ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഓർത്ത് പോവാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിലേക്ക് പോകണം വേണ്ട. ഈ സംഗതികൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് അബാക്കസ്, ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആര്? മെസോപ്പൊട്ടേമിയൻസ് ഉണ്ടാക്കിയല്ലേ. അതുപോലെ പ്ലേസ് വാല്യൂ സിസ്റ്റം, അതുപോലെ നേപ്പിയർ ബോൺസ്. അതിനകത്ത് ലോഗരിതം ടേബിൾ കണ്ടുപിടിച്ചു 1614-17 നേപ്പിയർ ബോൺ കണ്ടുപിടിച്ചു. അതുപോലെ പാസ്കലൈൻ വേൾഡ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ്. ആര്? ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ചു. ഫസ്റ്റ് മെക്കാനിക് കാൽക്കുലേറ്റർ എന്താണ്? പാസ്കലിന്. അവർ ലെബനീസിന് സ്റ്റെപ്പ് റെക്കോർഡാക്കിയ സ്റ്റെപ്പ് വെച്ച് തിരിച്ചു 1673 അല്ലേ. അതുപോലെ ലെബനീസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ ബൈനറി സിസ്റ്റം കൊണ്ടുവന്നു. അതിന്റെ കൂടെ ബൈനറി പിതാവ് എന്നറിയപ്പെടുന്നത് പിന്നെ ഫർദർ ഡെവലപ്പറാണ് യൂജിൻ പോൾ കർട്ടിസ് ആണ്. അതുപോലെ ജോക്കോട്സ്ലും 1801 അല്ലെ പഞ്ചഡ് കാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. പഞ്ചഡ് കാർഡ് വെച്ചിട്ട് സാധനം സ്റ്റോർ ചെയ്ത് മെമ്മറി ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കണ്ടെത്തിയല്ലേ. ചാൾസ് ബാബേജും ഹെർമൻ ഹോൾഡത്തും എല്ലാം ഇത് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫറൻസ് എഞ്ചിൻ 1822 കൊണ്ടുവന്നു അല്ലേ. 33 എന്താണ് അനലിറ്റിക് എഞ്ചിൻ. ഇതാരാ കൊണ്ടുവന്നത്? ചാൾസ് ബാബേജ കൊണ്ടുവന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ക്രിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡിഫറൻസ് എഞ്ചിനാണ്. അതുപോലെ അനലിറ്റിക് എഞ്ചിൻ 1833. അതുപോലെ എന്താണ് ദ റിയർ പ്രിഡിസസർ, അതായത് മോഡേൺ കമ്പ്യൂട്ടറിന്റെ ശരിക്കുള്ള മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? അനലിറ്റിക്കൽ എഞ്ചിൻ അല്ലെ, അനലിറ്റിക് എഞ്ചിൻ. അതുപോലെ ഇത് കൃത്യമായിട്ട് അരിത്തമെറ്റിക് കാൽക്കുലേഷനും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ നോക്കാം, പഞ്ചഡ് കാർഡ് വെച്ച് അതിനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എടുത്ത് അഗസ്റ്റ അഡ ലവ്ലേസ് ആണ് അതിനകത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ആരാ? ഇത് രണ്ടും ചാൾസ് ബാബേജ് ഇൻവെന്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ കമ്പ്യൂട്ടറിന്റെ പിതാവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ചാൾസ് ബാബേജ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഹോളർത്ത് മെഷീൻ അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് ഇംഗ്ലണ്ടിൽ നടന്ന വളരെ വലിയൊരു സർവേയുടെ ഫലത്തെ അദ്ദേഹം ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചു. പഞ്ചഡ് കാർഡായിരുന്നു ഇൻപുട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നുണ്ട്. 896 അദ്ദേഹം എന്ത് ചെയ്തു? ടാബ്ലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ 924 എന്തായിട്ട് മാറി? എന്തായിട്ട് മാറിടാ? IBM ആയിട്ട് മാറി അല്ലേ. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻ ആയിട്ട് മാറി അല്ലേ. അതുപോലെ മാർക്ക് 1 മറക്കരുത്. 944 ഹോവാർഡ് ഐക്കൺ IBM-ലെ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ ഹോവാർഡ് ഐക്കൺ അത് കൊണ്ടുവന്നു. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഹോവാർഡ് ഐക്കൺ എന്നുള്ള പേരാണ് മറക്കാൻ പാടില്ല. പിന്നെ എഡ്വാക്ക് നോക്കാം. എഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. ഇവിടെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലാണ് US-ന്റെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചു. അതുപോലെ ജോൺ വോൺ ന്യൂമാൻ ആര്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആരടാ? ജോൺ വോൺ ന്യൂമാൻ. അതുപോലെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നു.
അറിയപ്പെടുന്നു. ആരാടാ? വോൺ ന്യൂമാൻ അല്ലേ? ആരാണ്? ന്യൂമാൻ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നു. മോഡേൺ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ ഇത് എങ്ങനെയായിരിക്കണം എന്ന ആർക്കിടെക്ചർ. ആരാ ആർക്കിടെക്ചർ? ആരാ ആർക്കിടെക്ട്? ഇത് വരയ്ക്കുന്ന ആളല്ല, ഞാൻ രൂപം വരയ്ക്കുന്ന. ആ രൂപം ഉണ്ടാക്കി ആരാടാ? ആരാണ്? പറ. ആരാണ്? വോൺ ന്യൂമാൻ ആണ്. അതുപോലെ എഡ്സാക്ക് നോക്കാം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് പറയുന്നത് എഡ്സാക്ക്. അതുപോലെ എന്താണ്? എവിടെ? ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ ഡെവലപ്പ് ചെയ്ത ആരാ? മോറിസ് വിൽക്കിസ് ആണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഇൻ റെഗുലർ യൂസ്. റെഗുലർ യൂസിൽ വന്ന ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എഡ്സാക്ക്. ഇനി ENIAC നോക്കാം. ENIAC ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIAC ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അതുപോലെ ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ ENIAC അല്ലേ? 1945-46 സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു വർഷം മുന്നേ അല്ലേ? അതുപോലെ ഇറ്റ് വാസ് ഇൻവെന്റ് ബൈ മച്ച്ലി ആൻഡ് പെസ്പർ എക്കാർട്ട് അല്ലേ? അതുപോലെ നോക്കാം യൂണിവാക്ക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ഇൻ 1952 വാസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. കണ്ടാ? ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂണിവാക്ക്. ഓക്കെ, മറക്കല്ലേ? അതുപോലെ ഡെവലപ്ഡ് ബൈ ജോൺ മൗച്ച്ലി ആൻഡ് പെസ്പർ എക്കാർട്ട്. മറക്കല്ലേ കേട്ടോ മക്കളെ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് കണ്ടാ നോക്കാം. ജയിലർ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷൻ ഓഫ് യൂണിവാക്ക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് അല്ലേ? ബി ആണ് ഉത്തരം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കിട്ടുന്നു 1 മാർക്ക്. അതുപോലെ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC? ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട് അല്ലെ, ഇലക്ട്രോണിക് ഉണ്ട് അല്ലെ? ഓക്കെ, എന്താണ് ഇവിടെ? ഇലക്ട്രോ ന്യൂമറിക് ഇന്റഗ്രേറ്റീവ് കമ്പ്യൂട്ടർ എന്നാണ് വന്നത്. പക്ഷേ ഇവിടുന്ന് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് ശരി ഉത്തരം വന്നത്. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് ഡാറ്റ പ്രോസസിങ് എന്താ? ഇൻഫർമേഷൻ ആണ്. നമുക്കറിയാം, കണ്ണും പൂട്ടി നമ്മൾ ഉത്തരം എഴുതും അല്ലേടാ? ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് കമ്പനീസ് കോർപ്പറേഷൻ വന്ന ക്വസ്റ്റൻ ആണ്. അതുപോലെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, ചാൾസ് ബാബേജ് ആണെന്ന് അറിയാം. പഴയ ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഈസ് ആബ്സെന്റ് ഇൻ എ കമ്പ്യൂട്ടർ, ഹൗ മച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ഇറ്റ് മേ ബി? എന്താണ് കമ്പ്യൂട്ടറിൽ ആബ്സെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹൈ സ്പീഡ്, ആക്യുറസി, പെർഫെക്റ്റ് മെമ്മറി, ഇന്റലിജൻസ് ആണ് ഇല്ലാത്തത് അല്ലേ? ബുദ്ധിയില്ല, മെമ്മറി എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, സെക്രട്ടറി അസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ എന്താണ്? ഇന്റലിജൻസ് ആണ് ഇല്ലാത്തത്. അതുപോലെ നോക്കാം, ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ പുട്ട് ഇൻ ടു മീനിങ് ഫുൾ ആൻഡ് യൂസ്ഫുൾ കണ്ടെക്സ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടു എ റെസിപ്പിയന്റ് ഹു യൂസസ് ഇറ്റ് ടു മേക്ക് ഡിസിഷൻസ് ഈസ് കാൾഡ്. ഡാറ്റ അതിനെ നമ്മൾ എന്ത് ചെയ്യും? മീനിങ് ഫുൾ യൂസ്ഫുൾ കോണ്ടാക്ട്സിലേക്ക് മാറ്റുമ്പോൾ എന്തായി? ഇൻഫർമേഷനായി മാറിയല്ലേ? യെസ്, ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ. അതുപോലെ ആൾ ഓഫ് ദ അബോവ് വിച്ച് വാസ് ദ കമ്പ്യൂട്ടർ കൺസീവ്ഡ് ബൈ ബാബേജ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവർ നോക്കാം. അനലിറ്റിക്കൽ എഞ്ചിൻ മാത്രമാണ്, അരിത്തമെറ്റിക് മെഷീനോ ഒന്നും അദ്ദേഹത്തിൻ്റെ അല്ല അല്ലേ? മാത്രമാണ് അദ്ദേഹം ബാബേജിൻ്റെ സാധനം. അതുപോലെ ഡാഷ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് ENIAC ആണ് ഉത്തരം അല്ലേ? ENIAC പഠിച്ചാണ്. ഓക്കെ, അതുപോലെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഈസ് ആട്രിബ്യൂട്ട്. കണ്ട? വോൺ ന്യൂമാൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ വാസ് കാൾഡ്. ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ ENIAC ആണ് അല്ലേ? ENIAC. അതുപോലെ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ? എന്താടാ? വോൺ ന്യൂമാൻസ് പ്രിൻസിപ്പിൾ. കണ്ട? പിന്നെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ കണ്ട? ന്യൂമാൻസ് പ്രിൻസിപ്പിൾ. കണ്ട? ഓക്കെ, HST കമ്പ്യൂട്ടർ സയൻസ് ചോദിച്ചോ? HSST കമ്പ്യൂട്ടർ സയൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാ. ഓക്കെ, അതുപോലെ ദ പേഴ്സൺ കോൺട്രിബ്യൂട്ടിംഗ് ദ ഐഡിയ ഓഫ് ദ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. പിന്നെ അതേ ക്വസ്റ്റ്യൻ ഞാൻ കുറേ എണ്ണം ഒഴിവാക്കി അതിൻ്റെത്. ജോൺ വോൺ ന്യൂമാൻ ആണ് അല്ലേ? അസിസ്റ്റന്റ് ജയിലർ ആം പോലീസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ വിച്ച് വാസ് ബിൽറ്റ് ഇൻ 1949 അറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ട്. കണ്ട? ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എവിടെ? ഏത് യൂണിവേഴ്സിറ്റി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? എഡ്സാക്ക് അല്ലേ? എഡ്വാക്ക് അല്ല, എഡ്വാക്ക് എവിടെ? ബാലിസ്റ്റിക് ആണ് അല്ലേ? എഡ്സാക്ക് ആണ്. ഓക്കെ, അതുപോലെ ഡാറ്റ എബൌട്ട് ഡാറ്റ. കണ്ട? ചോദ്യം കണ്ട? മെറ്റാ ഡാറ്റ എന്നാണ് ഉത്തരം അല്ലേ? ഓക്കെ, അതുപോലെ ദ ഫസ്റ്റ് ഡിസൈൻ ഫോർ എ മോഡേൺ കമ്പ്യൂട്ടർ ഇസ് ഡെവലപ്ഡ് ബൈ ആരാ? മോഡേൺ കമ്പ്യൂട്ടറിന്റെ ഡിസൈൻ ആരാ ചെയ്തേ? ചാൾസ് ബാബേജാണ് ചെയ്തത്. അവിടെ ന്യൂമാൻ എഴുതി കഴിഞ്ഞത് മോഡേൺ കമ്പ്യൂട്ടറിന്റെ ഡിസൈൻ ചെയ്തത് ചാൾസ് ബാബേജ് ആണ്. മനസ്സിലായില്ലേ? ഏതാ? ഡിഫറൻസ് എഞ്ചിൻ. മറക്കല്ലേ? ഓക്കെ, അതുപോലെ ഹൂ ബിൽഡ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ? ബ്ലെയ്സ് പാസ്കൽ ഉത്തരം അല്ലേ? ബ്ലെയ്സ് പാസ്കൽ. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പക്ക IT ക്വസ്റ്റ്യനാണ്. അതുപോലെ IBM സ്റ്റാൻഡ്സ് ഫോർ ഏതാണ്? ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്നാണ് ഉത്തരം. ഏതാണ്? D ആണ് ഉത്തരം അല്ലേ? ഓക്കെ, അതുപോലെ ഇനി വരെ നോക്കാം.
ഹു ഈസ് കൺസിഡർ ആസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ? ആരാണ്? അഡാ ലവ്ലേസ് അല്ലേ? അഡാ ലവ്ലേസ് ആണ് ഫസ്റ്റ് പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്. അതുപോലെ അപ്പോൾ ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ചോദ്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരത്തുള്ളൂ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പക്കാ സ്റ്റേറ്റ്മെന്റ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡാറ്റ വേണം. സൂപ്പർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ തരാം. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ ബാക്കി മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്, അമൗണ്ട്സ്, ക്വാണ്ടിറ്റി എക്സെട്രാ ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ടേംഡ് ആസ് ഡാറ്റ. റോ ഡാറ്റ ആണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഡാറ്റ ഈസ് ഒറിജിനൽ ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാറ്റം. നമുക്കറിയാം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ വിളിച്ചു പറയണേ. എ സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ കാൾഡ് എന്താണ്? ഡാറ്റ പ്രോസസിംഗ്. നമുക്കറിയാവുന്ന ഉത്തരവാണ് അല്ലേ? അതുപോലെ ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് ആരാണ്? ഹെർമൻ ഹോളർത്ത് ആണല്ലേ? ഏതാണ്? ഹോളർത്ത് മെഷീൻ കണ്ടുപിടിച്ചിട്ട് വലിയ ഡാറ്റ പ്രോസസ് ചെയ്തേക്കാൻ പഠിച്ചില്ലടാ. യെസ്. അതുപോലെ ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഗാർബേജ് ആണല്ലേ? ഗാർബേജ്. വേസ്റ്റ് അകത്ത് പോയാൽ വേസ്റ്റ് പുറത്ത് വരും. ഗാർബേജിന് ഗാർബേജ് ഔട്ട് ബി ആണ് ഉത്തരം. അവൾ ഡാഷ് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ. എന്തൊക്കെയാണ്? ആക്യുറസി, ഇന്റലിജൻസ്, ഡിലിജൻസ് അല്ലേ? എന്തൊക്കെയാണ്? ഇന്റലിജൻസ് വരുന്നില്ല, ബോത്ത് ANC വരുന്നുണ്ടല്ലേ? ആക്യുറസിയും ഡിലിജൻസും വരുന്നുണ്ടല്ലേ? അതുപോലെ ഡാഷ് ഇസ് നോൺ ആസ് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്. ഏതാണ്? അബാക്കസ് ആണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. അബാക്കസ് വർക്ക്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ എന്താ? പ്ലേസ് വാല്യൂ സിസ്റ്റം. മറന്നു പോകരുത്. ഉറച്ചു പറഞ്ഞേ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉറച്ചു പറ. ഹു ഇൻവെന്റഡ് ലോഗരിതം ടേബിൾ? ആരാണ്? ജോൺ നേപ്പിയർ. ഓർമ്മയുണ്ടല്ലോ? ലോഗരിതം ടേബിളിന്റെ രൂപത്തിലുള്ള നേപ്പിയർ ബോണൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ സി ആണ് ഉത്തരം. അതുപോലെ നേപ്പിയർ ബോൺ വാസ് ഇൻവെന്റഡ് ഇൻ ദ ഇയർ. എന്നാണ് വർഷം പറ? 1617. 1617 അല്ലേ? അതുപോലെ 1614 എന്ത്? ലോഗരിതം ടേബിൾ കണ്ടുപിടിക്കുക. 1614 ലോഗരിതം ടേബിൾ. അതുപോലെ വേൾഡ്സ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ഏതാണ്? പാസ്കലൈൻ ആണല്ലേ? ആരാ കണ്ടുപിടിച്ചത്? ബ്ലേസ് പാസ്കല കണ്ടുപിടിച്ചത്. പാസ്കലൈൻ വാസ് ഇൻവെന്റഡ് ഇൻ 1642. അതുപോലെ സ്റ്റെപ്പ് റെക്കോർഡർ വാസ് ഇൻവെന്റഡ് ബൈ സ്റ്റെപ്പ് റെക്കോർഡർ കണ്ടുപിടിച്ചത്? ഗോഡ്ഫ്രഡ് വില്യം ലെബനിസ്. അത് എന്തിന്റെ പേര്? അതിന്റെ മറ്റൊരു പേര് എന്താണ്? ലെബനിസ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ? ആണ് ഉത്തരം. അതുപോലെ ജാക്കോ ലൂം വാസ് ഇൻവെന്റഡ് ഇൻ ദ ഇയർ. വർഷം പറയടാ. 1801 പഞ്ചഡ് കാർഡ് കൊണ്ടുവന്ന ജാക്കോ ലൂം ഇല്ലടാ. പഞ്ചഡ് കാർഡ് വാർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആര്? ജോസഫ് മേരി ജാക്വാർഡ്. അതുപോലെ ദ ഇൻവെൻഷൻ ഓഫ് ഡാഷ് വാസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ദ ക്രിയേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏത്? ഡിഫറൻസ് എഞ്ചിൻ, ചാൾസ് ബാബേജിന്റെ അല്ലേ? മറന്നുപോലെ. അതുപോലെ വാട്ട് ഈസ് നോൺ ആസ് ദ റിയൽ പ്രിഡിസർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ? അനാലിറ്റിക്കൽ എഞ്ചിനാ. ഡിഫറൻസ് കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിച്ചോളൂ അല്ലേ? യെസ്, ഫൈൻ. അതുപോലെ അനാലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ച വർഷം 1833 അപ്പൊ ഡിഫറൻസ് എഞ്ചിൻ പറയണ എന്താണ്? 822 ഡിഫറൻസ് എഞ്ചിൻ വന്നല്ലേ? ഓക്കെ, ചെറിയ ഡിഫറൻസ്. 11 വർഷം ഡിഫറൻസേ ഉള്ളൂ അല്ലേ? ഓക്കെ. അതുപോലെ ഡാഷ് വെയർ യൂസ്ഡ് ആസ് ദ ഔട്ട്പുട്ട് ഇൻ അനലിറ്റിക്കൽ എഞ്ചിൻ പഞ്ചഡ് കാർഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? അതുപോലെ ഹോളർസ് മെഷീൻ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇയർ 1887. അതുപോലെ ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ചഡ് കാർഡ് ടാബുലേറ്റർ. ഏതാണ് പറ? പഞ്ചഡ് കാർഡ് ടാബുലേറ്റർ ഹോളർത്തിന്റെ മെഷീൻ ആണല്ലേ? യെസ്, വെരി ഗുഡ്. അതുപോലെ IBM വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1924 IBM എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ മാർക്ക് 1 കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇയർ 1944 മാർക്ക് 1. എഡ്വാക് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. അതുപോലെ ഡാഷ് വാസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ന്യൂമാൻ വിച്ച് വാസ് ഇൻസ്റ്റാൾഡ് ഓൺ US ബാലിസ്റ്റിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാലിസ്റ്റിക്കിൽ എഡ്വാക്ക വരുന്നല്ലേ? എഡ്വാക്ക്. അതുപോലെ എഡ്വാക് വാസ് ഡിസൈൻഡ് ബൈ ആരാണ്? വോൺ ന്യൂമാൻ. അതുപോലെ എഡ്സാക്ക് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ്. മറന്നു പോകരുത്. അതുപോലെ ദ ഫസ്റ്റ് പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഇൻ റെഗുലർ യൂസ് റെഗുലർ യൂസ് എഡ്സാക്ക് ആവുന്നതല്ലേ? അതുപോലെ എഡ്സാക്ക് വാസ് ഡിസൈൻഡ് ബൈ വിൽക്കീസ് ആണ് വന്നതല്ലേ? വിൽക്കീസ്. അതുപോലെ ഡാഷ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ് ഉത്തരം. മറക്കല്ലേട്ടാ. അതുപോലെ ENIAC ഈസ് ഇൻവെന്റഡ് ബൈ ആരാണ്? പെർസ്പർ എക്കാർട്ടും അതുപോലെ ജോൺ മൗച്ച്ലിയും. D ആണ് ഉത്തരം. ബോത്ത് A and C. അതുപോലെ യൂണിവാക്ക് ഏത് വർഷം കൊണ്ടുവന്നേ? 1952 യൂണിവാക്ക് അതും അവർ തന്നെയാണ്. ജോൺ മൗച്ച്ലി ആൻഡ് പെർസ്പർ എക്കാർട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ജനറൽ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ആരും പേടിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രസ്താവന ചോദ്യങ്ങൾ എല്ലാം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത നമ്മുടെ ജനറേഷൻ ചെറിയ ക്ലാസ് ആയിരിക്കും, കുറച്ചും കൂടെ പഠിക്കാനുള്ളൂ. ജനറേഷൻ കൂടെ തീരുമ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അടിപൊളി പക്ക. ഇനി അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് പറയാൻ നിങ്ങൾ ഉത്തരം പറയും. അടുത്ത ക്ലാസിന്റെ അവസാനം ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും പറയാൻ പറ്റിയ നിങ്ങൾ കിടുവാണ്. മനസ്സിലായ പറഞ്ഞത്? അപ്പം അങ്ങനെ പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക, പഠിക്കുന്ന സാധനങ്ങൾ സംശയമില്ലാതെ പഠിക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് 10ൽ 10 നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് എഴുതുക, അത്ര മാത്രമേ പറയാനുള്ളൂ. പഠിക്കുക, റിവൈസ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാത്ത ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസ നേർന്ന് നിർത്തുകയാണ്. താങ്ക് യു.